ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ തിരുവനന്തപുരത്തേക്കൊക്കെ പോകാൻ പറയുന്നത്? അത് കേട്ടപ്പോഴേക്കും എൻ്റെ അമ്മ ബാത്റൂമിൽ പോയി പൊട്ടിക്കരയുന്നത് ഞാനതിപ്പോഴും എൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴേ ഞാനൊരു മെലിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നാളെ എൻ്റെ ഒരു അവസ്ഥയും ഇതിലും എല്ലും കൊലയും ആയിപ്പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് ഞാൻ പാമ്പാടി ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കിടന്നു. പാമ്പാടിയിൽ ഒരാഴ്ചത്തോളം ഓപ്പറേഷൻ ചെയ്ത് കിടന്നു. അവിടെ കിടന്നൊരു ബെഡ്ഷീറ്റ് ഹാലരിയ ഫാനെ കെട്ടി തൂക്കി ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഹാലരിയ എവിടെ നിന്നാണെന്നറിയത്തില്ല ജനൽ തുറന്നിട്ടേക്ക് രോഗമാണെന്ന് പറഞ്ഞ് വിധി എഴുതിയ വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നിൽ ആ പറഞ്ഞവർ തന്നെ ആ നാവുകൊണ്ട് തിരിച്ചു പറഞ്ഞു, മനുവിന് അങ്ങനെ ഒരു അസുഖമില്ല എന്ന്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല പകൽക്കാലം ഈ യൂട്യൂബ് ചാനൽ വരുവാനും ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവ് എനിക്ക് തന്ന സൗഖ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും സർവശക്തനായ ദൈവം എനിക്ക് അവസരം നൽകി നിങ്ങൾക്ക് ഞാൻ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് മനു ജോൺ. ഞാൻ കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറി മുങ്ങാക്കുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു വില്ലേജിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ അച്ഛൻ, അമ്മ, അനിയൻ്റെ ദാസി, ഞങ്ങൾ 5 പേര് അടങ്ങുന്നൊരു കുടുംബമാണ്. 2019 കർത്താവായ യേശുവിനെ രക്ഷകനും ജീവനുമായി ഏറ്റെടുത്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു രോഗത്തിൽ നിന്നും കർത്താവിനെ വിടുവിച്ച് ഇന്നിവിടെ നിൽക്കുവാൻ, കർത്താവിൻ്റെ വേലയുമായി അനേക ദേശങ്ങളിൽ കൂടി ഓടുവാൻ സർവശക്തനായ ദൈവം എനിക്ക് അവസരം നൽകുന്നവർക്ക് ഞാൻ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2017-16 കാലഘട്ടത്തിൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന സമയത്ത് അവിടുന്ന് വീട്ടുകാരുമെല്ലാം മൊത്തം വെളിയിലൊക്കെ പോവുകയും അതുപോലെ സന്തോഷിച്ചൊക്കെ നടന്നൊരു സമയമായിരുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നൊന്ന് പണിക്കൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വരിക, മറ്റൊരു കാര്യത്തിനും ഏർപ്പെടുന്നില്ല. കൂട്ടുകാരുമൊത്തും അടിച്ചു പൊളിച്ച് നടന്നൊരു കാലഘട്ടം. അതിനുശേഷം ഇന്നിവിടെ ഈ ദേശത്തും അനേകം ഗ്രാമങ്ങൾ, പട്ടണങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും എടുത്ത് ഈ സത്യവേദ പുസ്തകം എടുത്ത് അനേകരോട് സുവിശേഷം പറയുവാൻ കർത്താവ് എന്നെ മാറ്റിയെടുത്തതിനോർത്ത് ഞാൻ കർത്താവിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. 2019 നടുവിനൊരു മുഴ വന്ന് ആ മുഴയുമായി അനേകം ഹോസ്പിറ്റലിലെല്ലാം കയറി, പാമ്പാടിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും എല്ലാം കയറി ഇറങ്ങി. അവസാനം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർമാർ വിധി എഴുതി, ക്യാൻസറാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥയിലും എൻ്റെ പ്രതീക്ഷകളെല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം മാറി കർത്താവ് അതിനെയെല്ലാം പൂർണ്ണമായി സൗഖ്യമാക്കി. ഇനി കർത്താവിൻ്റെ വചനവുമായി എൻ്റെ സാക്ഷ്യവുമായി അനേകം ദേശങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അനേകം സ്ഥലങ്ങളിൽ അനേകരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം അനേകരോട് പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇന്നും ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഞാനൊന്ന് പറയട്ടെ, ഏത് പ്രശ്നത്തിലും ഏത് രോഗത്തിലുമാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നതെങ്കിലും ഡോക്ടർമാർ വിധിയെഴുതിയേക്കാം, ഇനി ഒന്നും നടക്കത്തില്ല, ഇനി ചാൻസ് ഇല്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരപ്പനുണ്ട്. കഴിഞ്ഞു എന്ന് അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുവാൻ കഴിയുന്ന ഒരപ്പനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ്. ആ കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാൻ കാരണം മറ്റാരുമല്ല, എൻ്റെ കർത്താവായ യേശു മാത്രമാണ്. കാരണം എൻ്റെ ദേശക്കാരും എൻ്റെ നാട്ടുകാരും എൻ്റെ ചാർച്ചക്കാരും എന്തിനേറെ എൻ്റെ സഹോദരന്മാർ വരെ പറഞ്ഞു, അവന് രോഗമാണ്, മനുവിനി രക്ഷപ്പെടത്തില്ല, ഇനി മനുവിന് ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയപ്പോഴും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയത്ത്, ആരും ഒരു കൈത്താങ്ങലില്ലാതെ ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഈ സത്യവേദ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്ന കുറച്ച് ഉപദേശിമാർ മാത്രമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെന്ന് വന്നുള്ളൂ. അവർ പറഞ്ഞു തോന്നിട്ടൊന്നുമല്ല, നീ കർത്താവിൽ വിശ്വസിച്ചോ, പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കുമെന്ന്. അന്ന് ആ സ്ഥിതി ഏറ്റെടുത്ത് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയത് ഇന്നും ആ അപ്പൻ എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിധി എഴുതിയ ഡോക്ടർമാരും ആശുപത്രിക്കാരും അവർ തന്നെ തിരിച്ച് എന്നോട് തന്നെ പറഞ്ഞു, മനുവിന് ഒരു അസുഖവുമില്ല, മനുവിനൊരു രോഗവുമില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഇനി എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും
അങ്ങനെ ഒരു രോഗം മനുവിൻ്റെ ശരീരത്തിലില്ല എന്ന്. എൻ്റെ അപ്പനായ ഈ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ രോഗമാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഒരു ചാൻസ് ഇല്ല, ഇനി മുൻപോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം തന്നെ, ആ ഡോക്ടർമാർ തന്നെ മാറ്റി പറഞ്ഞു മനുവിനൊരു അസുഖവുമില്ല എന്ന്. മറ്റൊന്നുമല്ല, കർത്താവായ യേശുവിൽ വിശ്വസിച്ചതിൻ്റെ ഫലമാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം വാക്യ പ്രകാരം പറഞ്ഞു, 12 വർഷം രക്തസ്രാവക്കാരിയായവർ, അവൾ അനേകം മരുന്നുകൾ കഴിച്ചിട്ടും അനേകം വൈദ്യന്മാരെ കാണിച്ചിട്ടും അനേകം സമ്പത്തുകൾ മുടക്കിയിട്ടും ആ രക്തസ്രാവം എന്ന അസുഖം അവളിൽ നിന്ന് മാറിയില്ല. അവളുടെ ഉണ്ടായിരുന്ന സാമ്പത്തികത്തിനോ ആ വൈദ്യന്മാർക്കോ ആ മരുന്നുകൾക്കോ ആ രോഗത്തെ മാറ്റാൻ സാധിച്ചില്ല. ഇനി എന്ത് അവസാനിച്ചു, ഇനി മുന്നോട്ടൊരു ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൾ അറിയുന്നത് കർത്താവായ യേശു ആ വഴി വരുന്നുണ്ടെന്ന്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച സ്ഥാനത്ത്, സാമ്പത്തികത്തെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ലാത്ത സ്ഥാനത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞപ്പോഴും അവളിൽ ഒരു വിശ്വാസമുണ്ടായി. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ സൗഖ്യമാകും, എന്നെ രക്ഷിക്കുമെന്ന് ആ ഒരു വിശ്വാസം അവളെ സൗഖ്യമാക്കിയത്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിൻ്റെ ചാർച്ചക്കാരും കൂട്ടുകാരും സഹോദരന്മാരും എന്തിനേറെ നിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞോട്ടെ, ഇനി നിനക്കൊരു ചാൻസ് ഇല്ല, നീ രക്ഷപ്പെടത്തില്ല, നിനക്ക് മുൻപോട്ടൊരു ജീവിതമില്ല. അത് ഏത് വലിയ രോഗമായിക്കോട്ടെ, വൈദ്യശാസ്ത്രം വരെ വിധി എഴുതിക്കോട്ടെ, പക്ഷേ കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ച് നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ വഴിയും സത്യവും ജീവനുമായ നിൻ്റെ അപ്പൻ നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കും. അതിനൊന്നാമത്തെ സാക്ഷിയായി ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്ന ഞാൻ ഹല്ലേലൂയ അവസരത്തിൽ നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, കൂലിപ്പണിക്കാരനായി എൻ്റെ പിതാവ്, വീട്ടു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് എൻ്റെ മാതാവ്. ടൈൽസിൻ്റെ പണിക്കായി പോയിക്കൊണ്ടിരുന്ന ഞാനും എൻ്റെ സഹോദരനും. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. എൻ്റെ സഹോദരന് 28-29 വയസ്സോളമുണ്ട്. സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഹല്ലേലൂയ ടൈൽസിൻ്റെ പണിക്ക് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 2019 കർത്താവായ യേശുവിനെ രക്ഷകനും ജീവനുമായി ഏറ്റെടുത്ത് ഞാൻ ആദ്യമായി എൻ്റെ ഭവനത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ആരൊക്കെ വിശ്വാസത്തിലേക്ക് പോയാലും ഞാൻ വിശ്വാസത്തിലേക്ക് വരത്തില്ല, ഞാൻ പെന്തിക്കോസിലേക്ക് വരത്തില്ല. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. എൻ്റെ അപ്പൻ്റെ അമ്മയെ അടക്കിയത് കത്തോലിക്ക പള്ളിയിലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞത്, എൻ്റെ പിതാവ് മരിക്കുമ്പോൾ എൻ്റെ പിതാവിനെയും കത്തോലിക്ക പള്ളിയിൽ അടക്കിയാൽ മതി, എന്നാലും ഞാൻ വിശ്വാസത്തിലേക്ക് വരത്തില്ല എന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു. ഞാൻ ആരെയും നിർബന്ധിക്കാൻ പോയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞതിൻ്റെ അല്പം പോലും താമസിക്കാതെ എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ സഹോദരനും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ ഹല്ലേലൂയ എൻ്റെ പിതാവ് അന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ആരൊക്കെ ഈ ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോയാലും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് എൻ്റെ അപ്പന പള്ളിയിൽ പോകാനായിട്ട്, ഞായറാഴ്ച ഹല്ലേലൂയ ആരാധനയ്ക്ക് പോകാനായിട്ട് എൻ്റെ കൂടെ ചാടി ആദ്യം ഇറങ്ങുന്നത്. കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്ന്, പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടുമെന്ന വചനത്തിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിൻ്റെ ദേശത്ത് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിൻ്റെ ഭവനത്തിനകത്ത് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഏതൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, ഏതൊക്കെ കേൾക്കാത്ത വാക്കുകൾ, കുത്തുവാക്കുകൾ, നീ കേൾക്കാത്ത വാക്കുകൾ, ഉപദ്രവം നീ ഏറ്റാലും, നീ കർത്താവായ യേശുവിൽ നിന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഇരുന്നാൽ മാത്രം മതി. നിൻ്റെ പ്രാർത്ഥന മതി. അപ്പൻ നിനക്ക് പുതിയ വഴികളെ തുറന്നു തരാൻ. 2019 ക്യാൻസറാണെന്ന് പറഞ്ഞ് അവിടുന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നൊരു വ്യക്തിയാണ്. വീട്ടുകാരും വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സർവശക്തനായ ദൈവത്തെ, കർത്താവായ യേശുവിനെ ആരാധിക്കുവാൻ ഭവനത്തിൽ നിന്നും ഒരുമിച്ച് പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ഭവനത്തിൽ നിന്നും അനിയൊരു നല്ലൊരു വിവാഹമൊക്കെ നടന്നു. നല്ല സന്തോഷത്തോടെ ഇപ്പോൾ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് 2016-17 കാലഘട്ടത്തിന് മുമ്പ് എൻ്റെ നടുവിൻ്റെ ഒരു ചെറിയൊരു മുഴ പോലെ വന്ന് അത് വീർത്തിരിക്കുകയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് നമുക്കതുകൊണ്ട് കളയാം, അത് കീറിക്കളയാം, അത് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അമ്മ പറഞ്ഞു നമുക്കത് കൊണ്ട് കളയാം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഒരുപാട് നേരം പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, നമുക്കത് കീറിക്കളയാമെന്ന് പറഞ്ഞു. നേരെ അത് കീറുവാൻ വേണ്ടി, മൈനർ ഓപ്പറേഷൻ ചെയ്ത് കീറുവാൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്ക് ക്യൂവിൽ നിൽക്കുന്ന ഞാൻ ഒരു കാഴ്ച കണ്ട്. അത്
ഞാനത് നോക്കുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് താഴേക്ക് പോകുന്നത് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഞെട്ടലോടെ ഒരു ഭയത്തോടു കൂടി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വിനിഷ്ടമായി. അവിടുന്ന് ഞാൻ അന്നേരം അമ്മയെ വിട്ടിട്ട് ഓടി. ആ ഓട്ടം തീർന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിലാണ്. അമ്മ പുറകെ വന്ന് എന്നോട് ചോദിച്ചവൻ പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട, കാരണം അതവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായി. എനിക്കൊരു ഭയമായി, ഇനി അതെനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മറ്റൊന്നുമില്ല, ഷുഗർ പേഷ്യൻറ്റിൻ്റെ വിരൽ മുറിച്ച് കളഞ്ഞാലും വേദനയൊന്നും അവർക്കറിയത്തില്ല. കാരണം ഷുഗർ വന്നവർക്ക് വേദനയൊന്നുമില്ല. പക്ഷേ അവർക്ക് വേദനയില്ലായിരിക്കും. കണ്ട് എനിക്ക് ഭയങ്കര ഒരു ഭയം, വേദനയാണ്. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് നാൾ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇനി ഞങ്ങളാരും വരത്തില്ല, നിനക്ക് എന്തെങ്കിലും അത് കളയണമെന്ന് തോന്നുന്നു നീ വളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അതവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിവാഹക്കാലി ചടങ്ങുകൾക്കും മറ്റ് വിശേഷങ്ങൾക്കൊക്കെ പോകാൻ പോകുമ്പോൾ ഞാൻ ഈ ഇൻസർട്ടൊക്കെ ചെയ്ത് പോകുമ്പോൾ പല ആളുകൾ എന്നോട് ചോദിക്കുന്നു, ഇതെന്താ ഈ പുറകോശം ഇങ്ങനെ വീർത്തിരിക്കുന്നത്, പൊങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെ പലപ്പോഴും പല ആളുകൾ ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി അതവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ കീറി കളഞ്ഞേക്കാം. അല്ലെ അനേകം ആളുകൾ എന്നോട് ചോദിക്കും. ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞങ്ങൾ ഇനി വരത്തില്ല. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം നിന്നെ കൊണ്ട് അത് കീറിക്കളയാൻ പോയി, ഒരുപാട് പ്രാവശ്യം നിൻ്റെ അങ്ങോട്ട് അത് പല ആശുപത്രിയും ചെന്നപ്പോൾ അവിടെ ഓപ്പറേഷൻ്റെ തിയേറ്ററിൻ്റെ മുന്നിൽ വരെ ചെന്നിട്ട് നീ പറഞ്ഞു വേണ്ട, അതുകൊണ്ട് അത് കീറിക്കളയണ്ട എന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾ വരത്തില്ല, നീ ആരെങ്കിലും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകനുമായിട്ട് അവനെ വിളിച്ചു നേരെ ആശുപത്രി ചെന്നു. അവിടെ നേരെ പരിശോധിച്ചപ്പോഴേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ചെന്ന് പരിശോധിച്ചു. അവരൊന്നും കുഴപ്പമില്ല, കീറാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, പാമ്പാടി എന്ന് പറഞ്ഞ സർക്കാർ ആശുപത്രി. അവിടെ ചെന്ന് കയറിയപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു കീറിക്കളയാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കീറിക്കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പരിശോധിക്കുവാൻ വേണ്ടി അവർ അയച്ചു വിട്ടു. അപ്പോഴേക്കും മറ്റൊന്നുമല്ല, കുറേ നാളുകൾക്ക് മുമ്പ് അത് ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, അത് കീറിക്കളഞ്ഞേക്കാം, നമുക്ക് അടുത്ത ആഴ്ച ഓപ്പറേഷന് വേണ്ടി വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, അവർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പാമ്പാടി ആശുപത്രിയിൽ തലേദിവസം പോയി അഡ്മിറ്റായി. മൈനർ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ചെയ്ത് ചന്ദ്രനെ വീട്ടിൽ പോരാ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് അവിടെ വെച്ചൊരു സഹോദരനെ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ രണ്ടും അല്പനേരം വർത്താനം പറഞ്ഞ് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ലിബിൻ എന്നാണ് എൻ്റെ പേര്, ഞാൻ പങ്കട എന്ന് പറയുന്ന ദേശത്താണ് താമസിക്കുന്നത്, ഞാൻ നേഴ്സാണ്, വിദേശത്തായി ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹോദരൻ, നിങ്ങൾ നേഴ്സാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഈ ആശുപത്രിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ട കാര്യം, എൻ്റെ കയ്യിലൊരു ചെറിയൊരു മുഴയുണ്ട്, അതവിടെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ ഒരുപാട് പൈസയാവും, ഇതാകുമ്പോഴേക്കും ഞാൻ അവധിക്ക് ഇവിടെ വന്നതാണ്, എന്നാൽ ഇവിടുന്ന് കീറിക്കളയാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അല്പനേരം ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിച്ചു. അതിനുശേഷം ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ പയ്യൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഒരുപക്ഷെ നമുക്കറിയാം, ഒരാളുമായി ആദ്യമായി കണ്ടുമുട്ടിയ അല്ല പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അല്പനേരം സംസാരിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവർ നമ്മുടെ നമ്പർ മേടിക്കുമായിരിക്കും, നമ്മൾ അവരുടെ നമ്പർ മേടിക്കുമായിരിക്കും, വിളിക്കാം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മെസ്സേജൊക്കെ അയക്കാം എന്ന് പറയും. പക്ഷേ ചിലവരൊക്കെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ചിലർ വിളിക്കും, ചിലർ ആ ഒരു കോണ്ടാക്റ്റിംഗ് പോലും കാണത്തില്ല, അന്ന് അവസാനമായി കാണുമായിരിക്കും, പിന്നെ യാതൊരു പരിചയവും കാണുകയില്ല. പക്ഷേ അന്ന് വൈകുന്നേരം ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വന്ന ഒരു 5 മണി ആയപ്പോഴേക്കും ആ പയ്യൻ എന്നെ വിളിച്ചു. ഞാൻ ഓർത്ത് ആരാ, ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഞാൻ എടുത്തപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഞാനാണ് ലിബിൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ പാമ്പാടി ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ സംസാരിച്ചില്ലേ, ബ്രദറിൻ്റെ നമ്പർ ഞാൻ മേടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് മനു, എങ്ങനെയുണ്ട് ഇപ്പം ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, റെസ്റ്റ് എടുക്കുവാണോ വീട്ടിലാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കുകയല്ല, വീട്ടിൽ തന്നെയല്ല, ഇപ്പോൾ ആശുപത്രിയിലാണ്, മറ്റൊന്നുമല്ല, എനിക്ക് അഴുക്ക് ബ്ലഡ് പോകാനായിട്ട് ട്യൂബ് ഇട്ടിരിക്കുക നടുവിന്, അതുകൊണ്ട് ഒരാഴ്ചത്തോളം ഇവിടെ കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ എന്നോട് ചോദിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയില്ല എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും, ഞാൻ രാവിലെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. ഞാനത് വലിയ കാര്യമാക്കിയില്ല, കാരണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പരിചയപ്പെട്ടൊരു വ്യക്തിയല്ലേ, നാളെ രാവിലെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ വലിയ കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം നേരം വെളുത്തുമ്പോഴേക്കും ആ ലിബിൻ എന്ന് പറയുന്ന ബ്രദർ എന്നെ കാണാൻ എൻ്റെ അടുക്കൽ വന്ന് ഞാനുമായി വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താ മരുന്ന് മേടിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അല്ല, ഞാൻ ബ്രദറിനെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറവുണ്ട്,
കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ. എന്നിട്ട് എന്നോട് അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ഒറ്റ കാര്യമാണ്, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ, ആ ഒരു പരിചയം മതി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല മാറ്റമുണ്ട്, എന്നാലും ഒരാഴ്ച കിടക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ബ്രദർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആ ബ്രദർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട കാര്യമാണ്, അമ്മ ഒരാഴ്ച കിടക്കണ്ടല്ലേ, ഞാൻ വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. ഒരാഴ്ചത്തേക്കുള്ള ആഹാരങ്ങളെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുതരാം എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു അതെങ്കിൽ മോനെ അതിൻ്റെ ആവശ്യമില്ല, കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മോനെ ഞങ്ങളെ അറിയത്തില്ലല്ലോ, ഒരു പരിചയം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഡിബിൻ എന്ന് പറയുന്ന ബ്രദർ പറഞ്ഞിട്ട കാര്യമാണ്, ഞാനും മനുവും ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നേ ആയിരുന്നു, എനിക്കും ഓപ്പറേഷനായിരുന്നു, മൈനർ ഓപ്പറേഷൻ. ഞങ്ങൾ അല്പനേരം അവിടെ നിന്ന് സംസാരിച്ചു, മനുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളും പറഞ്ഞു, ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടത്, ആ ഒരു പരിചയം മതി അമ്മ എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, എന്തായാലും ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. രാവിലെയുള്ള കാപ്പിയും ഫുഡും എല്ലാം ആ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിറ്റേ ദിവസം വന്നപ്പോഴേക്കും ആ ബ്രദറിൻ്റെ അമ്മയും കൂട്ടിയാണ് വന്നത്. അവർ വന്നവരെ അല്പനേരം സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ്റെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് കൊടുത്തത്, അത് 2-3 ദിവസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ബ്രദറിൻ്റെ ഒരു കൂടെ പഠിച്ചൊരു കൂട്ടുകാരി പെണ്ണുണ്ട്, ആ പെണ്ണ് പാമ്പാടി ആശുപത്രിയിൽ നേഴ്സായിട്ടിരിക്കുക. ആ പെണ്ണോട് പറഞ്ഞ് എൻ്റെ സഹോദരനാണ്, ഒരു കുഴപ്പമില്ല, നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് ആ ബ്രദർ പറഞ്ഞപ്പോഴേക്കും ആ സഹോദരി ഞങ്ങളെ അതുപോലെ കെയർ ചെയ്യുകയും അതുപോലെ പരിപാലിക്കുകയൊക്കെ ചെയ്തു. അതും ഒരു വെൻറ്റിക്കോസ് പെൺകുട്ടിയായിരുന്നു. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടി അതുപോലെയൊക്കെ കെയർ ചെയ്തു. ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെ ആ കൊച്ചു നോക്കുകയൊക്കെ ചെയ്തു. അത് വളരെയേറെ ഒരു സന്തോഷമായി ഞങ്ങൾക്ക്. തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് അല്പനേരം സംസാരിച്ചുമൊക്കെ ഇരിക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ ചെയ്തവർക്ക് കിടക്കാനുള്ള ഒരു വാർഡാണ് ആ തൊട്ടുമാറി. അവിടെ ഒത്തിരി പേരൊന്നുമില്ല, ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കിടക്കുമ്പോഴേക്കും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു മനുവിന് ക്യാൻസറാണ്, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. നേഴ്സിനോട് പറഞ്ഞപ്പോഴേക്കും നേഴ്സ് അതെന്ത് ചെയ്തു, ആ പയ്യനെ വിളിച്ച് പറഞ്ഞു, എടാ ഇന്നവരെ ആ പയ്യന് മനുവിന് ക്യാൻസറാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ ചോദിച്ചു, അവിടെ പറഞ്ഞു, അവനോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾ വന്നിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനു മുമ്പ് ഡോക്ടർ വന്നു, ഞങ്ങളുടെ അടുത്ത് വന്നിച്ച് എന്നോട് വർത്തമാനം പറഞ്ഞേച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഓപ്പറേഷനും കൂടെ ചെയ്യാം, അതിവിടെ ചെയ്യാൻ പറ്റത്തില്ല എടാ, അതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, നല്ല ഡോക്ടറാണ്, അവൾ തിരുവനന്തപുരത്താണ്, നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നത് തിരുവനന്തപുരം RCCയെക്കുറിച്ചാണ്. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ തിരുവനന്തപുരത്തേക്കൊക്കെ പോകാൻ പറയുന്നത്, എന്നെ അതിനകത്തും വലിയ രോഗം ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ക്യാൻസർ ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയൊരു ആരംഭം മാത്രമേ ഉള്ളൂ, നിങ്ങൾ നാളെ തന്നെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോവുകയാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിക്കോളും, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ആരംഭം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ ചെന്നൊരു ഓപ്പറേഷനൊക്കെ ചെയ്താൽ മതി, ഞാനിവിടെ നിന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എൻ്റെ അമ്മ ബാത്റൂമിൽ പോയി പൊട്ടിക്കരയുന്നത് ഞാനതിപ്പോഴും എൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുക. കാരണം അതുപോലെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിന്നത്. കാരണം അതിനുശേഷം ഒരു വൈകുന്നേരം വരെ ആയപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ആ പയ്യൻ ലിബിൻ എന്ന് പറഞ്ഞ ആ പയ്യൻ വന്നു. ആ പയ്യൻ ഒരു ഫ്ലാസ്കിനകത്ത് കാപ്പിയും ഒരു പൊതിയായിട്ട് വന്നു എൻ്റെ അടുത്ത് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ലടാ, എല്ലാം ദൈവം മാറ്റും എന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിലോട്ടൊരു പൊതി തന്നു. ആ ചായ എടുത്ത് അമ്മേ അവന് ചായ കൊടുക്കാൻ പറഞ്ഞു. ചായ എടുത്തു. ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ബിസ്ക്കറ്റാണോ എന്ന് ചോദിച്ചു. നീ കഴിച്ചോ, നിനക്ക് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആ പൊതി തുറന്ന് നോക്കിയപ്പോഴേക്കും ഒരു ചെറിയൊരു ബൈബിള് അത് എൻ്റെ കയ്യിലോട്ട് എടുത്ത് തന്നെ, ഇത് എൻ്റെ ബൈബിളാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ സത്യവേദ പുസ്തകമാണെന്ന് പറഞ്ഞു, ഈ പുസ്തകം വായിച്ചു, നീ ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് എവിടെന്നെങ്കിലും ഒരു വിടുതൽ കിട്ടണം, എവിടെന്നെങ്കിലും ഒരു സൗഖ്യം കിട്ടണം, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം മറ്റൊന്നുമില്ല, എൻ്റെ അമ്മയുടെ ചേട്ടത്തി ഒരു 6 വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ആ ആൻറ്റി ക്യാൻസർ ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുമ്പോൾ 1-2 ദിവസം ഞാൻ ആൻറ്റിക്ക് കൂട്ടി നിൽക്കാൻ പോകും. അവിടെ നിന്ന് ആ ആൻറ്റിയുടെ കൂടെ നിൽക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് വേദന കൊണ്ട് ആ ആൻറ്റി കിടന്ന് പൊളയുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ വരെ കണ്ണ് നിറഞ്ഞു പോകും, എൻ്റെ വരെ ചങ്ക് പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയാണ്. കാരണം ശരീരത്തിലൂടെയൊക്കെ ബ്ലഡൊക്കെ ഇറങ്ങി വരുമ്പോൾ ആ വേദന കൊണ്ട് പൊളയുന്നൊരവസ്ഥ. ഞാനപ്പോൾ ആലോചിച്ചപ്പാ, എൻ്റെ ദൈവമേ, നാളെ എൻ്റെ ഒരു അവസ്ഥയും ഇതുപോലെയാണ് വരാം. കാരണം ഇപ്പോഴേ ഞാനൊരു മെലിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നാളെ എൻ്റെ ഒരു അവസ്ഥയും
ഇതിലും എല്ലും കൊലയായി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് എവിടെന്നെങ്കിലും ഒരു വിടുതലിന് വേണ്ടി, എവിടെന്നെങ്കിലും ഒരു സൗഖ്യത്തിന് വേണ്ടി ഞാൻ വളരെ ആലോചിച്ച് നോക്കി. അപ്പോൾ എന്നോട് ആ ബ്രദർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, നീ ഞാൻ പറയുന്നത് പോലെ പറയാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനും ജീവനുമായി ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. ആ വേദപുസ്തകം കയ്യിലോട്ട് വെച്ച് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ബെഡിൽ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഈ ബെഡിൽ എന്നാ നടക്കുന്നത്, ഇതെന്താ സംഭവിക്കുന്നത് അറിയാൻ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ വെച്ച് ഞാൻ ആ ബ്രദർ പറഞ്ഞ കാര്യം അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു, കർത്താവായ യേശുവിനെ ഞാൻ രക്ഷകൻ ജീവനുമായി ഏറ്റെടുക്കുന്നു എന്ന് ഞാൻ ആ ബൈബിളെ തൊട്ട് ബൈബിളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് വന്ന് മുഴങ്ങുന്ന പോലെ എനിക്ക് തോന്നി, എന്തോ ഒന്ന് വന്ന് തട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴേക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരൊറ്റ വാക്യം ഞാൻ ആ കൂട്ടത്തിലിരുന്ന് ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ഇവിടുന്ന് RCCയിലേക്ക് പോകാനാണ് പറഞ്ഞത്. അവിടെ ചെന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു രോഗം എൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് ആ ഡോക്ടർമാർ പറഞ്ഞാൽ, അവർ വിധി എഴുതിയാൽ അന്ന് മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയുമായി ഈ വേദപുസ്തകവുമായി അപ്പൻ്റെ വേല ചെയ്ത് ജീവിച്ചോളാം. കർത്താവിൻ്റെ വേലയുമായി അപ്പൻ എനിക്ക് തരുന്ന സൗഖ്യവും സാക്ഷ്യവും അനേക ദേശങ്ങളിൽ പോയി പറഞ്ഞ് അനേകർക്ക് വേണ്ടി കർത്താവിൻ്റെ വേല ചെയ്തോളാം എന്നൊരു തീരുമാനം ഞാൻ അവിടെ വെച്ച്, ആ ഒരു ഉടമ്പടി ഞാൻ ആ ബെഡിൽ വെച്ച് ആ ബ്രദർ പറയുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയത്തിൽ ആരോ പറയുന്ന പോലെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഞാൻ ഹാലരിയ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. അന്നേരം മെഡിക്കൽ ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തു, തിങ്കളാഴ്ച തന്നെ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക്. ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ, അന്ന് ശനിയാഴ്ച, ഞായറാഴ്ച രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീടിൻ്റെ അകത്ത് വന്ന് ഞാൻ ഇരിക്കുക. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്ക് വന്ന സങ്കടം അതല്ല. എനിക്ക് ക്യാൻസർ എന്നൊരു രോഗമാണെന്ന് പറഞ്ഞ് ആ രോഗം വന്നതല്ല എനിക്ക് വന്ന സങ്കടം. എനിക്ക് വന്ന സങ്കടം മറ്റൊന്നാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ പാമ്പാടി ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കിടന്നു. പാമ്പാടിയിൽ ഒരാഴ്ചത്തോളം ഓപ്പറേഷൻ ചെയ്ത് കിടന്നു. എനിക്ക് ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് സഹോദരന്മാർ എല്ലാവരും ഉണ്ട്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ ദേശത്തുണ്ട്, 10-40 കൂട്ടുകാരോളം ഉണ്ട്. എല്ലാ കാര്യത്തിനും ആ കൂട്ടുകാരുടെ വീട്ടിലൊരു വിശേഷമായിക്കോട്ടെ, ഒരു മരണമായിക്കോട്ടെ, ഒരു വിവാഹ ചടങ്ങായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, പക്ഷേ അവരുടെ എല്ലാ കാര്യത്തിനും ഞാനും എൻ്റെ അനിയനും രാത്രിയും പകലും എല്ലാം പോകും. അവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ 2-3 ദിവസം കഴിഞ്ഞ് ആ ഭവനത്തിൽ നിന്ന് തിരികെ വരികയുള്ളൂ. അതുപോലെ ഹരരിയ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഹരരിയ അതുപോലെ തന്നെ മറ്റൊന്നുമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഭവനത്തിൽ അവർ വന്നിരിക്കും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കുക. മദ്യപാനമൊന്നുമല്ല, ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ആ ഇരിപ്പ് ഒരു 12 മണി 1 മണി വരെ ഇരിക്കും. അതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. എൻ്റെ അമ്മ എന്നോട് ചോദിച്ച ഒറ്റ കാര്യമാണ്, മറ്റൊന്നുമല്ല, ഇങ്ങനെ ഹരരിയ ഈ രാത്രിയിൽ വന്ന് ഇവരിങ്ങനെ വന്നിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, കാര്യം കൂട്ടുകാരൊക്കെ വേണം, ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമുക്കൊരാവശ്യം വരുമ്പോൾ ബന്ധുക്കാരും സുഹൃത്തുക്കളും ആൾക്കാരും ഒന്നും കാണത്തില്ല, ഈ പറയുന്ന കൂട്ടുകാരെ കാണത്തുള്ളൂ. ഏത് പാതിരാത്രിയിലാണെങ്കിലും ഏത് ആവശ്യത്തിനാണെങ്കിലും ഈ കൂട്ടുകാരെ നമുക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞ ഒറ്റ കാര്യം, ഒരവസരം നമുക്കുണ്ടാവും, അപ്പോൾ അത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. പാമ്പാടി ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസറായിട്ട് കിടന്നപ്പോൾ ആരും വന്ന് നോക്കാനില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇതിനു മുമ്പ് ആ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ എവിടെ പോയി? കാരണം മറ്റൊന്നുമല്ല, രാവും പകലുമെല്ലാം ആ കൂട്ടുകാരുടെ എല്ലാ കാര്യത്തിനും ഞാനും എൻ്റെ അനിയനും എല്ലാം ഓടി നടന്നത്. അവരുടെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും, ഒരു ആശുപത്രി കേസായിക്കോട്ടെ, ഒരു മരണമായിക്കോട്ടെ, അവരുടെ ഭവനത്തിനകത്തൊരു വിവാഹ ചടങ്ങായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവിടെ എല്ലാം രാവും പകലും എല്ലാം നടന്നൊരു വ്യക്തിയാണ്. അവസാനം എൻ്റെ ഭവനത്തിൽ എനിക്കൊരു രോഗം വന്നപ്പോൾ, എനിക്കൊരാവശ്യം വന്നപ്പോൾ, ഞാൻ ആശുപത്രി കിടന്നപ്പോൾ ഈ പറയുന്ന കൂട്ടുകാരും വന്ന് കാണണ്ട. രോഗിയെ വന്ന് കാണണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമെങ്കിലും കൊടുക്കണം. പക്ഷേ അതുകൊണ്ടൊന്ന് വന്ന് കാണണ്ട, ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം, മനു നിനക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്തെങ്കിലും ചോദിക്കാം. അതിന് പോലും ഒരു കൂട്ടുകാരില്ലായിരുന്നു. അതെന്നെ വളരെയേറെ വിഷമിപ്പിച്ചു. കാരണം ഭാര്യ അന്ന് എൻ്റെ അമ്മ പറഞ്ഞൊരൊറ്റ കാര്യം ഇന്ന് ഞാൻ ഓർക്കുന്നത്, നമുക്കൊരവസരം വരും, അപ്പോഴേ ആ കൂട്ടുകാരുടെയൊക്കെ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അന്ന് ഞാൻ അറിഞ്ഞ് കൂട്ടുകാരൊന്നും അല്ലെന്ന്. ഭാര്യ കൂട്ടുകാരൊന്നും ഒരാവശ്യത്തിന് കറക്റ്റ് സമയത്ത് നമ്മുടെ കൂടെ ഒരാവശ്യത്തിന് കാണത്തില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ അപ്പൻ അതല്ല, നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം നമ്മുടെ അപ്പൻ നമുക്ക് തരിക തന്നെ ചെയ്യും. ആ കൂട്ടുകാർ വരും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ തക്ക സമയത്ത് കൂട്ടുകാർ വരാതിരുന്നിടത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തവരെ കർത്താവ് നമ്മുടെ കൂടെ നടത്തി. പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ, ഒരു പരിചയമില്ലാത്ത അലിബിൻ എന്ന് പറയുന്ന സഹോദരനെ
അപ്പൻ എൻ്റെ അടുത്തേക്ക് കൂട്ടി വരുത്തി. ആ സഹോദരനുമായി സംസാരിച്ച് വർത്തമാനം പറയുവാനും ആ സഹോദരൻ്റെ സത്യവേദ പുസ്തകം എനിക്ക് തരുവാനുമൊക്കെ കർത്താവ് എനിക്ക് അവസരം നൽകി. മറ്റൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നവരിലൂടെയല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തവരിലൂടെയാണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. അതെനിക്ക് അന്ന് മനസ്സിലായി. കാരണം മറ്റൊന്നുമല്ല, അനേകം ആളുകൾ എനിക്കുണ്ടായിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വെള്ള ഉടുപ്പുമൊക്കെ ഇട്ട് കറുത്ത പാൻറ്റും ഇട്ട് എല്ലാവരും തള്ളി മാറ്റുന്നത്, കാണാൻ ഒരു ലുക്കുമില്ല, ഗ്ലാമറും ഇല്ലെന്ന് പറഞ്ഞ്, കാണാൻ വയസ്സാന്ന് പറഞ്ഞ് ചില പ്രായമുള്ള ചില ഉപദേശിമാർ, നമ്മൾ പാസ്റ്റർ എന്ന് വിളിക്കുന്ന ചില ഉപദേശിമാർ ഈ കറുത്ത പുസ്തകം എടുത്ത് എന്നെ വിളിച്ചത്, എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, മനുവല്ലേ ഞങ്ങൾ ഇങ്ങനെ പല വിവരം അറിഞ്ഞ് വിളിക്കുന്നതാണ്, ഒരു കുഴപ്പവുമില്ല, ധൈര്യത്തോടെ ഇരിക്കും, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാനുണ്ടെന്ന്. അന്ന് എനിക്കറിയാവുന്നവരെക്കാളും കൂടുതൽ എന്നെ അറിയാൻ മേലാത്തവരെ, എനിക്കറിയാൻ മേലാത്തവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പല ദേശങ്ങളിൽ ഇരുന്ന്. അന്ന് എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, നമ്മൾ കാണുന്നവരല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല നമുക്കൊരു സഹായം ചെയ്യുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ അപ്പം നമുക്ക് സഹായം ചെയ്യുന്നത്. വചനത്തിൽ പ്രകാരം പറയുന്നു, പത്രോസ് കാരാഗ്രഹത്തിൽ മരണം കാത്തു കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ മറ്റൊരു ദേശത്തിരുന്ന് സഭയ്ക്കകത്തിരുന്ന് പത്രോസിന് വേണ്ടി മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലെ. ആ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അവരുടെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ദൂതൻ ഇറങ്ങി പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിനെ പിടിപ്പിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരിലൂടെയല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ, നിങ്ങൾ ചിലപ്പം കഴിഞ്ഞ നാളുകളിൽ തള്ളിക്കളഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തിയ, നിങ്ങൾ അകറ്റി നിർത്തിയവരിലൂടെയായിരിക്കും കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നത്. തള്ളിക്കളഞ്ഞ വസ്തുവിലൂടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ, കാനാവിലെ കല്യാണത്തിന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ആ അടുക്കളയ്ക്കകത്ത് കിടന്ന് പാചകം ചെയ്യുന്ന പാത്രത്തിലോ ആ ഡൈനിങ് റൂമിൽ നിൽക്കുന്ന മരപാത്രത്തിലോ അല്ല, പിന്നെയോ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ വെറും കൽപാത്രത്തിലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ നീ വിശ്വസിച്ചോ, ദൈവം നമുക്കായി ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് മടങ്ങി വരാം. അവിടുന്ന് നേരെ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ അച്ഛൻ കുറച്ച് കറിവെക്കാനും മീനും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് അമ്മ അടുക്കളയിൽ ഇരുന്ന് അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അച്ഛന് ഒരാഴ്ചത്തെ ഉറക്കളയൊക്കെ ആയതുകൊണ്ട് അച്ഛനും തിന്നായി വന്ന് കിടന്നുറങ്ങുക. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ഈ മുള്ളാത്ത എന്ന് പറയുന്ന സാധനം കഴിച്ചാൽ ഈ രോഗത്തിന് മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ അതെവിടെ കിട്ടും എന്നറിയാനായിട്ട് അതും തപ്പി നടന്നു. അവസാനം ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് കഥ കടച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്ന്, ഇനി എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി മനുവിൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി മനുവിന് മുന്നോട്ടൊരു സ്റ്റെപ്പില്ല, ഇനി മുന്നോട്ടൊരു ജീവിതമില്ല. കാരണം നമുക്കറിയാം, ക്യാൻസർ എന്ന രോഗം ഒരു വ്യക്തിക്ക് വന്നാൽ അതെത്ര ചികിത്സിച്ചെന്ന് പറഞ്ഞാലും മാറിയെന്ന് പറഞ്ഞാലും അവസാനം ആ രോഗം ആ വ്യക്തിയെ കൊണ്ടേ പോകത്തുള്ളൂ. ആ രോഗം എന്ത് പെട്ടെന്ന് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ച ആളുകൾ പറയും ആ വ്യക്തിക്ക് ക്യാൻസർ ആയിരുന്നു, ചികിത്സിച്ചതാ, മാറ്റം ഉണ്ടായിരുന്ന, ഒരു കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയും. പക്ഷെ കാരണം ക്യാൻസർ എന്ന രോഗിയെ പിന്നീട് ആ ക്യാൻസർ രോഗിയായിട്ട് തന്നെ അത് മാറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രോഗിയായിട്ടേ ആ ദേശത്ത് കാണത്തുള്ളൂ. അതുകൊണ്ട് ഇനി മുന്നോട്ടും എന്നെ അങ്ങനെ ഒരു രോഗിയായിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്തേക്കാം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ, നമുക്കറിയാം നമ്മുടെ മുൻപിലേക്ക് ഒരു നല്ലൊരു ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വസ്തു നമ്മുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നൊരു വസ്തു നമ്മുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതെ തുടരുത്, അത് എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയെങ്കിലും നമ്മളത് തൊടാൻ നോക്കും, അല്ലെങ്കിൽ എടുക്കാൻ നോക്കും. എന്ന് പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എത്രയും വേഗം അത് ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറയുന്നത് പോലെ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ചെവിക്കകത്ത്, എൻ്റെ രണ്ട് ചെവിയിലും നീ ചെയ്യ് അത് വളരെ, കാരണം എന്നെ അത് പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു കൊതി, എന്തോ അത് പറയാൻ മനസ്സിലാകത്തില്ല, അതുപോലൊരു ചിന്തയായിരുന്നു എനിക്ക്. കാരണം അതെനിക്ക് ചെയ്യണം, അതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ഒരു ചിന്തയിൽ ഞാൻ ഇരുന്നത്. അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് അവിടെ കരുതൽ വെച്ചിട്ട് ഹാലരിയ ഫാനെ കെട്ടി തൂക്കി ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഹാലരിയ എവിടെ നിന്നറിയത്തില്ല, ജനൽ തുറന്നിട്ടേക്ക് ഒരു കാറ്റിങ്ങോട്ട് വന്ന് വീശി ആ കട്ടനൊക്കെ അങ്ങ് പറന്നു പോയപ്പോൾ, പെട്ടെന്ന് ഈ കട്ടൻ പറന്നു പോയപ്പോഴേക്കും ഞാൻ എൻ്റെ ശ്രദ്ധ ആ ദൈവദാസൻ എനിക്ക് തന്ന ബൈബിള് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ട്. പെട്ടെന്ന് ഞാൻ ഇറങ്ങി വന്ന് ആ ബൈബിൾ എടുത്ത് എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമ പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, പാമ്പാടി ആശുപത്രി വെച്ച് ആ ബ്രദർ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഈ വചനം പിടിച്ചിട്ട് നീ ഇങ്ങനെ പറ,
കർത്താവായ യേശുവിനെ രക്ഷകൻ ജീവനുമായി ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അന്ന് ഹാലലിയ അത് ഞാനിപ്പോഴും ഓർക്ക് 2019 രാത്രി ഒരു ഏപ്രിൽ മാസം ഒരു ഉച്ച സമയത്താണ് ഞാൻ ആ കർത്താവായ യേശുവിനെ രക്ഷകൻ ജീവനുമായി ഏറ്റെടുത്തത്. അന്ന് അങ്ങനെ ആ ദിവസം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു കാര്യം കർത്താവിനോട് പറഞ്ഞു. എൻ്റെ രോഗം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പാമ്പാടി ആശുപത്രിയിൽ നിന്നും ക്യാൻസർ ആണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട് ഇപ്പോൾ തിരുവനന്തപുരം RCCയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞ് അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു രോഗം ഇല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ ഇനി കർത്താവിൻ്റെ വേല മാത്രം എനിക്ക് മതി, ഞാൻ അപ്പൻ്റെ വേല ചെയ്ത് ജീവിച്ചോളാമെന്ന് അപ്പനുമായി ഒരു ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ തോന്നി. ഞാൻ പെട്ടെന്ന് ആ വേദപുസ്തകം എടുത്ത് എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് അപ്പനോട് ക്ഷമ പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവൻ എടുക്കുവാൻ ഒരാൾക്ക് അനുവാദമുള്ളൂ, നമ്മുടെ സ്വർഗത്തിലെ അപ്പന് മാത്രം. കാരണം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് ഒരവകാശമില്ല. ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. അതെന്നെ വളരെയേറെ ബുദ്ധിമുട്ടിച്ച് എന്നെ സങ്കടപ്പെടുത്തി. കാരണം അപ്പനുമായി ഒരു തീരുമാനമെടുത്തതാണ്, ഒരു ഉടമ്പടി എടുത്തതാണ്, അപ്പൻ്റെ വേല ചെയ്തോളാമെന്ന്. അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയാൽ അത് ഏറ്റവും വലിയ പാപമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെളിയിൽ വന്ന് എൻ്റെ റൂമിലെ കഥകൻ എൻ്റെ അമ്മ വന്ന് മുട്ടി എന്നെ വിളിക്കുന്ന 2-3 പ്രാവശ്യം വിളിച്ച് ഞാൻ കഥ തുറന്ന് ആയപ്പോഴേക്കും എൻ്റെ അമ്മ അകത്തോട്ട് കയറി വന്ന് എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്ന് പെട്ടെന്നൊന്ന് നിന്നെ അത് കാണണമെന്ന് പറഞ്ഞ് കയറി വന്നതാണ് എന്ന് പറഞ്ഞു. ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും മത്തി എന്ന് പറഞ്ഞതിന് മീൻ അമ്മ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. അത് വെട്ടി കയ്യാലെല്ലാം പറ്റി വെള്ളമൊക്കെ ആയിട്ട് മണമൊക്കെ ആയിട്ട് മുറിക്കകത്തോട്ട് കയറി വന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു, മറ്റാരുമല്ല കർത്താവായ യേശു അമ്മേനെ ഹൃദയത്തിൽ തോന്നിച്ചു. കാരണം മറ്റൊന്നുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാം റെഡിയായി നിൽക്കുക. പക്ഷേ ഞാൻ കർത്താവുമായി ഒരു തീരുമാനമെടുത്തത്. ഹല്ലേലൂയ. ആ പുസ്തകം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടില്ലായിരുന്നെങ്കിൽ, അമ്മ ആ സമയത്ത് വന്ന് കഥയെ മുട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തേക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന് ഞങ്ങൾക്ക് കർത്താവായ യേശു തന്നതാണ് നിന്നെ. അങ്ങനെ ഒരു രോഗവും നിനക്കുണ്ടാകത്തില്ല, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരം RCCയിലേക്ക് പിറ്റേ ദിവസം പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി. ഇവിടുന്ന് തിരുവനന്തപുരം RCC ചെന്ന് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിനും പാമ്പാടി ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾ ഇവിടെ എടുക്കത്തില്ല, ഇവിടെ ആദ്യം തൊട്ട് ഞങ്ങൾ പരിശോധിക്കും. ഉച്ചിയിലെ മുടി തൊട്ട് കാൽപാദം വരെ ഞങ്ങൾ പരിശോധിക്കും. ശരീരത്തിനകത്തും പുറത്തും മൊത്തം ചെക്കപ്പ് ചെയ്യുക, എന്നിട്ടേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങത്തുള്ളൂ, എന്നിട്ടേ ഞങ്ങൾ ചികിത്സ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ ആഴ്ച അല്ലെ ഓരോ മാസം കൂടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക, തിരുവനന്തപുരം RCCയിലേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. കാരണം ഒരു ട്രിപ്പ് പോകുമ്പോൾ തന്നെ വണ്ടി വിളിച്ച് പോകുമ്പോൾ ഒരുപാട് പൈസയാവും. പക്ഷേ എന്തിനേറെ കർത്താവ് എല്ലാത്തിനും വഴിയൊരുക്കി തന്നു. ആ കർത്താവ് എല്ലാത്തിനും തക്ക സമയത്ത് ഞങ്ങൾക്ക് മാർഗമൊരുക്കി തന്നു. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാം അതുപോലെ നടന്നു. അവസാനം ഒരു പ്രാവശ്യം പോകാൻ വേണ്ടി കയ്യിൽ പൈസ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴേക്കും അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും കാറിന് അല്ലെങ്കിൽ ട്രെയിനിനെ വരാവുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള രോഗമുള്ള ആൾക്കാരെ കൊണ്ട് ബസ്സിന് കയറി വരരുത്, വെയിൽ കൊള്ളരുത്, വെയിൽ കൊണ്ടാൽ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് കാറ് പിടിച്ചേ വരാവുള്ളൂ അല്ലെങ്കിൽ ട്രെയിനിനെ വരാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാറിന് പോകാൻ പോലും പൈസ ഇല്ലായ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോഴേക്ക് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൻ ആ സഹോദരൻ്റെ ബൈക്കിൽ പുറകിൽ ഹെൽമെറ്റും വെച്ച് എന്നോട് പറഞ്ഞ് നമുക്ക് ഇതിന് പോകാമെന്ന് പറഞ്ഞ് ആ സഹോദരൻ്റെ പുറകിൽ ഞങ്ങൾ ബൈക്കിൽ പോയി തിരുവനന്തപുരം RCCയിൽ. അവിടെ ചെന്ന് ഒരു ദിവസം അവിടെ ബൈക്കിന് RCC ചെന്ന് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഡോക്ടർ ചോദിക്കുമ്പോൾ ബസ്സിന് വന്ന് അല്ലെങ്കിൽ ട്രെയിനിന് വന്നതേ പറയാവുള്ളൂ, ബൈക്കിന് വന്നതെന്ന് പറയരുതെന്ന് പറഞ്ഞ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയുമെന്ന് പറഞ്ഞ്. അന്ന് അവിടെ പോയി പരിശോധിച്ച് എല്ലാം റെഡിയാക്കി, ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യാം, നമുക്ക് ചെക്കപ്പ് എല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രാവശ്യം എൻ്റെ അമ്മയെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു, ആ മനുവിൻ്റെ നടുവിന് ആ ഓപ്പറേഷൻ ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് മനുവിൻ്റെ അരയ്ക്ക് താഴത്തോട്ട് തളർന്നു പോകും, പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം പിന്നെ ആയുഷ്കാലമൊക്കെ ഒരു ബെഡിൽ തളർന്ന് കിടക്കേണ്ട ഒരവസ്ഥയാവും. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് പ്രശ്നം, ഓപ്പറേഷൻ ചെയ്താൽ അരയ്ക്ക് താഴോട്ട് തളർന്നു പോകും, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും, രോഗമായിട്ട് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കരുതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം എന്നറിയാൻ മേലെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഹല്ലേലൂയ, അങ്ങനെ ഒരുപാട് ദൈവദാസന്മാരോടും ഒരുപാട് പാസ്റ്റേഴ്സുമാരോടും ഒരുപാട് ആളുകളോടും എല്ലാം
എൻ്റെ പ്രാർത്ഥന വിഷയം. എനിക്കറിയത്തില്ല, ഒരുപാട് ജനങ്ങൾ ഈ പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് ഉപദേശിമാർ എന്നെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. ഒരു പരിചയമില്ലാത്തവർ, ഞങ്ങൾ ഇന്നപോലെ അറിഞ്ഞു കേട്ട് ഞങ്ങൾ വിളിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം വിടുവിക്കും, ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതെനിക്കൊരു ബലമായി. കാരണം കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങിയതാണ്. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ അപ്പൻ്റെ വേല മാത്രം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോവുക. 2019 ഹല്ലേലൂയ, കർത്താവായ യേശുവിനെ രക്ഷകൻ ജീവനുമായി ഞാൻ ഏറ്റെടുത്ത്. അന്ന് എൻ്റെ വീട്ടുകാരും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഞാൻ മാത്രമേ എൻ്റെ ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നുള്ളൂ. ആദ്യമായി അപ്പൻ എന്നെ ഇറക്കുന്നത്. വചനത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് മോശയോട് പറഞ്ഞതുപോലെ നിന്നെ ഞാൻ കണ്ടതാ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാനായി യഹോവയായ ദൈവം തിരഞ്ഞെടുത്തത് വിക്കലും തടിച്ച നാവുള്ളവനും സംസാരിക്കാൻ ശേഷിയില്ലാത്തതും ഒരു കഴിവുമില്ലാത്ത മോശയാണെങ്കിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് അവന് വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സൗന്ദര്യമോ കണ്ടല്ല നമ്മുടെ അപ്പൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെയോ നമ്മുടെ അപ്പൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗത്തിൽ അപ്പൻ നമ്മളെ കണ്ടതാണ്. ഇവനെക്കുറിച്ച് ചില പദ്ധതികളുള്ളത് അപ്പൻ അവിടെ എഴുതി വെച്ചതാണ്. അങ്ങനെ കർത്താവിന് എന്നെക്കൊണ്ട് ചില പദ്ധതികളുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് അന്ന് ഞാൻ ഇറങ്ങിയതാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്നലെ വരെ പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ വിശ്വാസത്തിലേക്ക് വരും. അവരും ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയുമായി സുവിശേഷവുമായി പ്രാർത്ഥനയുമായി ആരാധനയുമായി എൻ്റെ കൂടെ വരും എന്നെനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമായി എന്നെ രക്ഷിച്ചത്. ഇന്ന് ഈ 2025 കർത്താവിൻ്റെ വേലയുമായി ഹല്ലേലൂയ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും പല ഭവനങ്ങളിലും എൻ്റെ സാക്ഷ്യവും പരദേശത്ത് പരസ്യവും ഒറ്റത്ത് കൺവെൻഷനും അതുപോലെ തന്നെ അനേക ചർച്ചകളിൽ പോയി എൻ്റെ സാക്ഷ്യവും കർത്താവിൻ്റെ സുവിശേഷവും പറയുവാൻ സർവശക്തനായ ദൈവം എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കായി എൻ്റെ ഒപ്പം വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ എന്നെ കർത്താവിന് ഞാൻ വലിയൊരു മഹത്വം കൊടുക്കുക. കാരണം മറ്റൊന്നുമല്ല, കർത്താവായ യേശുവിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ മതി. വേറെ ആരൊക്കെ പറഞ്ഞു എന്നായിരുന്നു, അവസാനിച്ചു കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. നമുക്കറിയാം, ഒരു വിത്ത് മണ്ണിൽ കിടന്നാൽ നമ്മൾ അതിൻ്റെ മുകളിലൂടെ ചവിട്ടി മാറിയാലും നമ്മൾ അതിനെ ശ്രദ്ധിക്കത്തില്ല. അനേകം ചവിട്ടുകൾ കൊള്ളുമ്പോൾ ആ വിത്ത് മണ്ണിനടിയിലേക്ക് വീണു പോകും. പക്ഷേ വെള്ളത്തിൻ്റെ അംശം തട്ടുമ്പോൾ അവിടുന്ന് മുള പൊട്ടി ഒരു തൈയായി ഒരു വലിയ വൃക്ഷമായി അനേകം പക്ഷികൾക്ക് ചേക്കേറുവാൻ അനേകം പക്ഷികൾക്ക് ഫലം ഭക്ഷിക്കാനായി ഒരു വലിയൊരു വൃക്ഷമായി ആ മരമായി അതവിടെ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ചവിട്ടി താഴ്ത്തി തീർന്നു അവസാനിച്ചു, ഇനി ഉയർന്നു വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അപ്പനിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസത്താൽ അപ്പൻ എന്നെ ഉയർത്തിയെന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു രോഗമൊക്കെ വന്ന് തിരുവനന്തപുരം RCCയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ അനേകം ചാനലുകളിൽ ഒരൊറ്റ മീറ്റിംഗ് പോലും മുടക്കത്തില്ല. എല്ലാ മീറ്റിങ്ങുകളും കാണും. മൊബൈലിനകത്ത് ഒരുപാട് മീറ്റിങ്ങുകൾ കാണും. രാവിലെ 6 മണിയാകുമ്പോൾ കുളി കഴിഞ്ഞ് പായിട്ട് ഇങ്ങനെ വന്നിരിക്കും അനേകം മീറ്റിങ്ങുകൾ കാണാൻ വേണ്ടി. അത് സ്ഥാനപ്പെട്ടിട്ടൊന്നുമില്ല. അനേകം മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കും. കാരണം എനിക്കത് വളരെയേറെ ഇഷ്ടമാണ്. പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞ് കുറേ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് കുറേ നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയി തിരുവനന്തപുരം RCCയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് പോയി അവരുടെ ഡോക്ടറെയൊക്കെ കാണിച്ച്. അപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുത്തിയുടെ മകളുടെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. പുള്ളി പാലായിലാണ് താമസിക്കുന്നത്. പാസ്റ്റർ മധു പോൾ പാല എന്ന് പറയുന്നത്. അത് എൻ്റെ പാസ്റ്ററുടെ വൈഫ് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഞാൻ പറഞ്ഞ ക്യാൻസറായിട്ട് മരിച്ചുപോയ ആൻറ്റിയുടെ മൂത്ത മകൾ എൻ്റെ അമ്മയുടെ എഴുത്തിലാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവം വിടുവിച്ചോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ. പാസ്റ്ററൊക്കെ എനിക്ക് കൈത്താങ്ങനായിട്ട് രാവും പകലുമെല്ലാം അവരെല്ലാം എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. തിരുവനന്തപുരം RCCയിലേക്ക് പോകുവാൻ വേണ്ടി ഓപ്പറേഷന് വേണ്ടി പോകാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഓപ്പറേഷൻ്റെ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരുമ്പോഴേക്കും ഈ പാസ്റ്റർ എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നപ്പോൾ ഈ പാസ്റ്റർ പണ്ട് PG വർഗീസ് എന്ന് പറയുന്നൊരു പാസ്റ്ററാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാവുന്ന ആ പാസ്റ്റർ ഒരു അത്ഭുതങ്ങളുടെ താക്കോൽ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മൊബൈലൊന്നും എപ്പോഴും നോക്കിയിരിക്കേണ്ട, ഈ പുസ്തകമൊക്കെ വായിച്ച് അനേകം പുസ്തകങ്ങൾ വായിക്കുക, വേദപുസ്തകത്തിൻ്റെ കൂടി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക, നല്ല നല്ല പുസ്തകങ്ങളാണ്. ഇത് അങ്ങോട്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴേക്കും ട്രെയിനിൽ ഇരുന്ന് വായിച്ചാൽ മതി, എല്ലാവരും ചെല്ലുമ്പോഴൊക്കെ വായിക്കുക, അതൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഈ പുസ്തകം പോയിട്ടൊരു മാഗസിൻ പോലും ഞാൻ വായിക്കത്തില്ല. ഞാനത് കേട്ട് ഞാൻ ആ പുസ്തകം എടുത്ത് എൻ്റെ ബാഗിനകത്ത് വെച്ച് അവിടെ നേരെ തിരുവനന്തപുരം RCCയിലേക്ക് പോയി
അവിടെ ചെന്ന് തിരുവനന്തപുരം RCCയിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവിടെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചെക്കപ്പ് ചെയ്ത എല്ലാ റിസൾട്ടും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്ത്, അവിടെ എല്ലാം കൊടുത്ത് അതെല്ലാം പരിശോധിച്ച് നോക്കിയത്. ഇതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് ഇവരൊരു ഗുളിക പോലും തരത്തുള്ളൂ. ഒരു മരുന്ന് പോലും എനിക്കന്ന് തന്നിട്ടില്ല. ഇത്ര നാളായിട്ട് ഒരു ഗുളിക പോലും തന്നിട്ടില്ല. എന്നോട് പറഞ്ഞത് നല്ലപോലെ ആഹാരം കഴിക്കണം, നല്ലപോലെ ഉറങ്ങണം, നല്ലപോലെ വെള്ളം കുടിക്കണം, നല്ലപോലെ റെസ്റ്റ് എടുക്കണം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മരുന്നും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതിനു വേണ്ടി ഇരിക്കുക. അപ്പോഴേക്കും ഓപ്പറേഷൻ്റെ ഡേറ്റ് മേടിക്കാനായിട്ട് അവിടെ പോയി. ഓപ്പറേഷൻ്റെ ഡേറ്റ് മേടിക്കാൻ അവിടെ ചെന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷന് വേണ്ടി ഇന്ന ദിവസം ചെല്ലണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് വേണ്ടി ചെന്നു. ഞാനും എൻ്റെ സഹോദരനും സഹോദരിയും ഞങ്ങൾ ഇങ്ങനെ 3-4 പേര് കൂടി ഓപ്പറേഷന് വേണ്ടി അങ്ങോട്ട് ചെന്നു. എൻ്റെ അനിയനുമുണ്ട്. ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി അങ്ങോട്ട് ചെന്ന് ഓപ്പറേഷന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം റെഡിയായി. ഇതിനു വേണ്ടി ചെന്ന് അപ്പോഴേക്കും അതിൻ്റെ ഡേറ്റ് മേടിക്കാൻ വേണ്ടി ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എല്ലാം ഡോക്ടറെ കാണാൻ ബാക്കി നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് മുമ്പേ ഒരു 10-20-30 പേരോളം ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവരെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം ഇതിനു വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്നാൽ ലാസ്റ്റ് നമുക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഫോണിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേക്കും ഫോണിൽ നോക്കരുതെന്ന് പറഞ്ഞു. ഫോണിൽ നോക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങനെ മാറ്റി വെച്ച് ഞാനിങ്ങനെ തിരുവനന്തപുരം ഈ രോഗികളെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ കാണുന്ന അനേകം കുഞ്ഞുങ്ങളെ, അനേകം ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ക്യാൻസറായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളില്ലാതെ, ചെറിയ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ശരീരത്തിൻ്റെ കൈയും ഒന്നും ഇല്ലാതെ, ഒരു പല ഭാഗങ്ങളില്ലാതെ പോകുന്നത് കാണുമ്പോഴേക്കും ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമാണ്, അതുപോലെ ഒരു അവസ്ഥയാണല്ലോ. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ നടുവിനൊരു മുഴയല്ലേ ഇത്. അതുപോലെ വേദനയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമായി. ഞാൻ ഒന്നുമില്ല, ഇതിനു വേണ്ടിയൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴേക്കും ഓർത്തത് എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, വർഗീസ് പാസ്റ്ററുടെ പുസ്തകം, ഈ മധു പാസ്റ്റർ തന്നെ. ഈ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് 2-3 പേര് വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ മടുപ്പ് വന്നു. ഞാൻ ഈ പുസ്തകം മടക്കി അതിനകത്തോട്ട് വെച്ച് അമ്മയപ്പോൾ എനിക്കൊരു എൻ്റെ സഹോദരി അപ്പോൾ എനിക്കൊരു നാരങ്ങാവെള്ളം മേടിച്ചുകൊണ്ട് വന്ന് ആ നാരങ്ങാവെള്ളം കുടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേക്കും പിന്നെ ഒരു 10-30 പേരോളം കയറാനുണ്ട്. എന്നാൽ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ആ പുസ്തകത്തിൻ്റെ ബാക്കി വായിക്കാനായിട്ട് ഞാൻ അടുത്ത വായിച്ചതിൻ്റെ ബാക്കി പേജ് മാറ്റുമ്പോൾ അവിടെ എഴുതിയേക്കുന്ന 4 കാര്യങ്ങൾ. കർത്താവായ യേശു നിൻ്റെ രോഗം സൗഖ്യമാക്കും, നിൻ്റെ മുഴയെ പൂർണ്ണമായി സൗഖ്യമാക്കും, നിനക്കൊരു വിടുതൽ ലഭിക്കുക. അവസാനത്തെ 4-ാമത്തെ വാക്യം എൻ്റെ ഹൃദയത്തിലെത്തിയത്, നിൻ്റെ ക്യാൻസർ എന്ന രോഗത്തെ ദൈവം സൗഖ്യമാക്കും, നിൻ്റെ രോഗം ദൈവം മാറ്റുമെന്ന്. അത് കഴിച്ചപ്പോഴേക്ക് എൻ്റെ ശരീരത്തിലേക്ക് ഒരു വലിയൊരു ബലം വരുന്ന പോലെ, എൻ്റെ ഒരു ഭയമെല്ലാം വിട്ടുമാറി എനിക്കൊരു ധൈര്യം വരുന്ന പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ആ പുസ്തകം അവിടെ ഇരുന്ന് അങ്ങ് വായിച്ചു, മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. ആ പുസ്തകം 60-65 പേജോളം വരുന്ന ആ പുസ്തകം അവിടെ ഇരുന്ന് ശക്തമായി ഞാൻ വായിച്ചു തീർന്നപ്പോഴേക്കും അകത്തുനിന്ന് വിളിച്ചു, മനു കയറി വരണം എന്ന് പറഞ്ഞു. മനുവിനെ വിളിക്കുന്നിടന്നാണ്. ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോഴേക്കും ഒരുപാട് ഡോക്ടേഴ്സുമാർ, അവസാനം ഞാനാണ് കയറിച്ചിരുന്നത്. ഒരുപാട് ഡോക്ടേഴ്സുമാർ ഇങ്ങനെ ഇരിക്കുക. ഡോക്ടേഴ്സുമാരെന്ന് പറഞ്ഞാൽ അവർക്ക് 10-30 പേരോളം ഇപ്പം, കാരണം പഠിക്കുന്ന പിള്ളേരും സീനിയേഴ്സായും ജൂനിയേഴ്സായും ഡോക്ടർമാരും എല്ലാവരും ഇവിടെ ഇരിക്കുക. എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും എല്ലാവരും എന്നെ വിഷാദത്തോടെ നോക്കുക. വിഷാദത്തോടെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും എനിക്കൊരു ഭയമായി. കയറി ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കി, സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഫയലും എല്ലാം നോക്കി കഴിഞ്ഞായിരിക്കും മറ്റ് ഒരു 2-3 പേപ്പറുണ്ട്. ആ പേപ്പറും എടുത്ത് ഇവർ ഈ 2 പേപ്പർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോഴേക്കും എല്ലാം ധൈര്യത്തോടെ നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ, എന്താ കാര്യം, എന്താ പറയാൻ പറഞ്ഞു. അവരിങ്ങനെ ഈ 2 പേപ്പറും കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ മെയിൻ ഡോക്ടർ നോക്കുന്നുണ്ട്. ആക്കി എല്ലാവരും ഇങ്ങനെ എന്നെ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഭയപ്പെട്ട്. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സഹോദരൻ ചോദിച്ചു, എന്താ ഡോക്ടറെ, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റിന് വേണ്ടി വന്നതാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലേ, അത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ലേ, എന്താ നിങ്ങളൊന്നും പറയാത്തത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഈ 2 പേപ്പറും കൈ പിടിച്ച് അവർ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കിക്കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങൾ എന്തായി പറയുന്നത്, ഈ രോഗമില്ലാത്ത രോഗിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ചോദിച്ചു. ഞങ്ങളത് കേട്ടപ്പോഴേക്കും എൻ്റെ കൂടെ വന്നവരും എല്ലാം വാ പൊളിച്ച് നിന്ന് പോയി. കുറേ നേരം നോക്കിയപ്പോഴേക്കും എൻ്റെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ചോദിച്ചു, എന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പഠിച്ചിരിക്കുന്ന ഡോക്ടർമാരാണ്, പാമ്പാടി ആശുപത്രിയിലും പഠിച്ചിരിക്കുന്ന ഡോക്ടർമാരാണ്. അവരെല്ലാവരും പറഞ്ഞു ക്യാൻസറാണ്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, തിരുവനന്തപുരത്തേക്ക് പോകും, അവിടെ ചെന്നിട്ട് ഒരു രക്ഷയുള്ളെന്ന് പറഞ്ഞു. അത് പോട്ടെ, ഇവിടെ വന്നപ്പോഴും നിങ്ങളും പറഞ്ഞു ഞങ്ങൾ ക്യാൻസറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിശോധന കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അതേ നിങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇതെന്നെ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഡോക്ടർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പാമ്പാടി ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്ന റിസൾട്ടായത്. ഈ റിസൾട്ട് ഈ കാസറ്റിനകത്ത് കാണുന്നതും ഈ ഫയലിനകത്ത് ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ക്യാൻസർ, ഈ കാസറ്റ് ഇട്ട് കാണിച്ച് കാസറ്റിനകത്ത് കാണുന്നതും മനുവിൻ്റെ ശരീരത്തിലെ ക്യാൻസർ, ആ ശരീരത്തിലെ 1-2 ഭാഗത്ത് അത് വരികയും ചെയ്തു ക്യാൻസറായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമുക്ക് ചികിത്സ തുടങ്ങണം,
പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞത്. ഇതെല്ലാം പരിശോധിച്ചു. ഞങ്ങളിവിടെ പരിശോധിച്ച് നോക്കിയ റിസൾട്ടിനകത്തെല്ലാം അങ്ങനെ ഒരു രോഗമുണ്ട്. ഞങ്ങളിവിടെ പരിശോധിച്ച് നോക്കിയ റിസൾട്ടാണ് ഈ കാണുന്നത്. ഇതെല്ലാം റെഡിയാണ്. പക്ഷേ ഒരു രണ്ട് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. ആ റിസൾട്ട് ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ആ റിസൾട്ടുമായിട്ട് ആ ഡോക്ടർ അവിടെ പരിശോധിച്ച് ആ ഡോക്ടർ കയറി വന്നത്. ആ ഡോക്ടർ കയറി വന്ന് ഈ റിസൾട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം മനുവിനെ ഞങ്ങൾ അകത്തോട്ട് വിളിക്കുമ്പോഴേക്കാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് കൈ കിട്ടുന്നത്. ഈ റിസൾട്ടിനകത്ത് ഇന്ന് രാവിലെ കൊണ്ടുവന്ന റിസൾട്ടിനകത്ത് മനുവിൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം കാണുന്നില്ല. മനുവിൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗത്തിൻ്റെ കണിക പോലും കാണുന്നില്ല. ഇതെന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ഡോക്ടർമാരെല്ലാം ഞങ്ങൾ വിളിച്ചു. അവരെല്ലാവരും ഇപ്പോൾ ഓടി വന്ന് എല്ലാവരും വന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ അവരെല്ലാവരും വന്ന് ഈ 2 ഫയലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുമ്പോൾ ഈ കാണിക്കുന്ന ഫയലിനകത്തെല്ലാം രോഗമുണ്ട്. നിങ്ങൾ പാമ്പാടിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും വന്ന ഫയലിനകത്തും രോഗമുണ്ട്. ഇവിടെ പരിശോധിച്ച ഫയലിനകത്തും രോഗമുണ്ട്. പക്ഷേ ഇവിടെ പരിശോധിച്ച ഫയലിൽ ഒരു 3 റിസൾട്ട് കിട്ടാനുണ്ടായിരുന്നു. അത് ഞങ്ങളിൽ നിന്ന് മിസ്സായിപ്പോയി. അത് ഇന്ന് രാവിലെ ഇപ്പോഴാണ് ആരെയും നേഴ്സ് കൊണ്ടേ ഞങ്ങളിൽ തന്നത്. ആ റിസൾട്ട് നോക്കുമ്പോൾ ആ കാസറ്റ് ഞങ്ങൾ ഇട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു ശരീരത്തിനകത്ത് അങ്ങനെ ഒരു അസുഖത്തിൻ്റെ ഒരു കണിക പോലും കാണുന്നില്ല. ഇതെന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സ്വർഗത്തിന് അപ്പൻ അത് പൂർണ്ണമായി മാറ്റിയതാണ്. എൻ്റെ കർത്താവായ യേശു സൗഖ്യമാക്കിയതാണ്. കാരണം മറ്റൊന്നുമല്ല, പാമ്പാടി ആശുപത്രിയിൽ നിന്നും ആ സഹോദരനെ കണ്ടുമുട്ടിയപ്പോൾ ആ സഹോദരൻ്റെ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. കർത്താവായ യേശുവിനെ നീ രക്ഷകൻ ജീവനമായി ഏറ്റെടുക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു വിടുതൽ എവിടുന്നാണ് കിട്ടുന്നത്, ഒരു സൗഖ്യം എവിടുന്നാണ് കിട്ടുന്നത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ സഹോദരി അനുഭവിക്കുന്ന വേദന ഞാൻ കണ്ണാൽ കണ്ടതാണ്. നാളെ എൻ്റെ അവസ്ഥയും ഇതുപോലെയാകും. അതുകൊണ്ട് ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കണം എന്നൊരു തീരുമാനം അന്ന് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊരു തീരുമാനം ഉണ്ടായി. അന്ന് ആ സഹോദരൻ കർത്താവിനെ രക്ഷകൻ ജീവനമായി ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ചുറ്റുപാട് നിന്ന് ആളുകൾ നോക്കി നിൽക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ബെഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവിനെ ഞാൻ രക്ഷകൻ ജീവനുമായി ഏറ്റെടുക്കുന്നു. ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തോന്നിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. കർത്താവായ യേശുവെ, തിരുവനന്തപുരം RCCയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം ഇല്ല എന്ന് അവിടെ തെളിഞ്ഞാൽ ഞാൻ അപ്പൻ്റെ വേല ചെയ്തോളാമെന്ന് പറഞ്ഞ് അപ്പനുമായി ഒരു കോൺട്രാക്റ്റ് അവിടെ വെച്ച് ആ നേരം ആ സമയം ആ ഡേറ്റിൽ വെച്ച് ആ വർഷത്തിൽ ആ ഡേറ്റിൽ ആ സമയത്തിൽ ആ സെക്കൻഡിൽ വെച്ച് അപ്പനുമായി ഒരു കോൺട്രാക്റ്റ് വെച്ചപ്പോൾ ഒരു തീരുമാനമെടുത്തപ്പോൾ ഹല്ലേലൂയ, അപ്പൻ ആ രോഗത്തെ പൂർണ്ണമാക്കി എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റുക തന്നെ ചെയ്തു. എനിക്കപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു വിടുതൽ അപ്പൻ നൽകിയത്. അപ്പനുമായി ഒരു ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ അപ്പനോടൊരു തീരുമാനമെടുത്തപ്പോൾ മനു എന്നെ സ്വർഗത്തിൽ അപ്പൻ അവിടെ പണിയാൻ തുടങ്ങി. തിരുവനന്തപുരം RCC വന്നപ്പോഴും രോഗമാണെന്ന് പറഞ്ഞ് വിധി എഴുതിയ വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നിൽ ആ പറഞ്ഞവർ തന്നെ ആ നാവുകൊണ്ട് തിരിച്ചു പറഞ്ഞു, മനുവിന് അങ്ങനെ ഒരു അസുഖമില്ല എന്ന്, അങ്ങനെ ഒരു രോഗമില്ല എന്ന്. എന്താ സംഭവിച്ചത് എനിക്കും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ അപ്പൻ രോഗം പൂർണ്ണമായി സൗഖ്യമാക്കിയെന്ന്. ഓപ്പറേഷൻ്റെ ഡേറ്റിന് വേണ്ടി പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ വീടിനകത്ത് രാവിലെ ഞാൻ പറയുമല്ലോ, ഒരു ചാനലിൽ പോലും ഹല്ലേലൂയ മീറ്റിങ്ങുകൾ ഞാൻ ഒഴിവാക്കത്തില്ല. പവർ വിഷൻ ഹാർവസ്റ്റ് ചാനലിനകത്ത് റോയ് ഹെൻറി എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, 6 മണി തൊട്ടൊരു മെസ്സേജ് ഉണ്ട്. ആ മീറ്റിംഗ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് ആ വചനത്തിൽ ഹല്ലേലൂയ ആ പാസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്ന മറ്റൊന്നുമല്ല, ഈ TV-യുടെ മുൻപിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ക്യാൻസറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പയ്യനാണ്. ഓപ്പറേഷൻ്റെ ഡേറ്റിന് വേണ്ടി പോകാനായിട്ട് നിൽക്കുക. ഞാനിപ്പോൾ കാണുന്നത് ദൈവാത്മാവ് ആ വ്യക്തിയുടെ ആ പയ്യൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യമാക്കുന്നെന്ന്. അവൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതാൻ പോവുകയാണ്. അത് കേട്ടപ്പോഴേക്കും എനിക്കൊരു ഭയങ്കര അത്ഭുതമായി. ഞാനത് ഏറ്റെടുത്ത് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് നിലവിളിച്ച് പറഞ്ഞപ്പോഴേക്കും എന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടുകാർ ഓടി വന്ന് പറഞ്ഞ് എന്നാന്ന് ചോദിച്ചു. ഒച്ച കേട്ട് അവരെപ്പോഴും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കേട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ചാണ് ഈ TV പറഞ്ഞതെന്ന്. അപ്പോഴേക്കും എല്ലാവർക്കും ഒരു അത്ഭുതമായി. കാരണം മറ്റൊന്നുമില്ല, നമുക്കൊരു വീഡിയോ ആയിട്ട് മൊബൈലിനകത്ത് ഒരു സൂമിനകത്ത് സംസാരിച്ചാൽ അവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സുമാർക്കൊക്കെ നമ്മളെ കാണാം, നമുക്ക് അവരെയും കാണാം. അത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൈക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ അത് ഓണാക്കി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം, നമ്മൾ സംസാരിക്കുന്ന അവർക്കും കേൾക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാം. പക്ഷേ ഈ 2019 ഈ പഴയ ഒരു TV, നമ്മൾ ഇപ്പോഴത്തെ LCD TV പോലെ പഴയ മോഡലായ TV, ആ TVക്കകത്ത് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് അവരെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ TVക്കകത്ത് പറയുന്നവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അവർക്ക് നമ്മളെയും കാണത്തില്ല. പക്ഷേ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ നമ്മളോട് സംസാരിക്കാൻ നമുക്കിവിടെ കേൾക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളെ തമ്മിൽ അവർക്ക് കാണത്തില്ല.
പക്ഷെ ഒറ്റ കാര്യമുണ്ട്, അവിടെ നിന്ന് പ്രസംഗിക്കുന്ന അവരെ ഇവിടെ നിന്ന് അത് ഏറ്റെടുക്കുന്ന നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിൻ്റെ നടുവിൽ. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, പത്രോസ് കാരാഗ്രഹത്തിൽ മരണം കാത്തു കിടന്നപ്പോൾ പത്രോസിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഹരിയെ സഭയ്ക്കകത്തിരുന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈ കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെയും ഈ മറ്റ് സ്ഥലത്ത് സഭയ്ക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച അവരെ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തി, അതൊരു പ്രാർത്ഥന മാത്രമാണ്. ആ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അവിടെ ദൂതനിറങ്ങി പത്രോസിനെ വിടുവിച്ചു പോലെ. അവിടെ ലൂയ ആ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ദേശത്ത് നിന്ന് ആ ദൈവദാസൻ അവിടെ നിന്ന് വചനം പറയുന്നത്, ഞാനിവിടെ നിന്നത് ഏറ്റെടുത്തപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ച ഒരു ദൈവാത്മാവ് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ദൈവാത്മാവ് ആ ദൈവദാസനിലൂടെ ആ ദൈവാത്മാവ് സംസാരിച്ചത് പ്രകാരമാണ്. എന്നെ കേൾക്കുന്ന മനു എന്നൊരു വ്യക്തി എൻ്റെ പേര് സഹിതം അവിടെ പറഞ്ഞു. എനിക്കൊരു ഭയങ്കര അത്ഭുതമായിപ്പോയി. ഈ ടി വിയുടെ മുന്നിൽ എന്നെ കേൾക്കുന്നുണ്ട് മനു എന്നൊരു പയ്യൻ, അവന് ക്യാൻസറാണ്. തിരുവനന്തപുരത്തേക്ക് ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് വേണ്ടി പോകാനായിട്ട് നിൽക്കുക. ആ വ്യക്തിപരമായിട്ട് എനിക്ക് ആളെ അറിയത്തില്ല, ആ ആൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കാണുന്നു ദൈവാത്മാവ് ഇപ്രകാരം പറയുന്നു, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു രോഗം ഇല്ല എന്ന് ആ ഡോക്ടർമാർ പറയുമെന്ന്. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് തിരുവനന്തപുരം RCCയിലേക്ക് ഇവിടുന്ന് ഹരരിയ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഡേറ്റിന് വേണ്ടി പോകുമ്പോഴേക്കും ആ വാലരിയ എൻ്റെ അടുക്ക വന്ന് ഹരരിയ എൻ്റെ സഹോദരനായ മധു പാസ്റ്റർ എനിക്ക് തന്ന ആ പുസ്തകം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വായിച്ചു, ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ആ പുസ്തകം വായിച്ച് അതിനകത്തേക്ക് ആ പുസ്തകം വായിച്ച് തീർന്നപ്പോൾ തന്നെ അകത്തേക്ക് വിളിച്ച് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്രകാരമാണ്, മനു എന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു രോഗം അവൻ്റെ ശരീരത്തിൽ കാണുന്നില്ല എന്ന്. കർത്താവ് അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവിന് ഞങ്ങളെപ്പറ്റി ഓരോ പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്നവരെ, എൻ്റെയും സാക്ഷ്യം കേൾക്കുന്നവരോടും ഞാൻ ഇപ്രകാരം പറയുക, നിങ്ങൾ ക്യാൻസർ ആണെങ്കിലും ഏത് രോഗമാണെങ്കിലും ഡോക്ടർമാർ വിധി എഴുതിക്കോട്ടെ, ഇനി ആരും രക്ഷയില്ല എന്ന്. നിങ്ങളുടെ സഹോദരന്മാരും നിൻ്റെ ഭവനത്തിലുള്ളവരും എല്ലാം നിന്നെ തള്ളിക്കളഞ്ഞോട്ടെ. പക്ഷേ തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയ തള്ളിക്കളഞ്ഞ ആ കൽപ്പരണിയിലൂടെ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചതുപോലെ, ആ വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയ, ഇനി നിനക്കൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ്, ഇനി നിനക്ക് മുന്നോട്ടൊരു വഴിയില്ല, ഒരു സ്റ്റെപ്പില്ല എന്ന് പറഞ്ഞെടുത്ത് അവസാനിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ ആ രക്തസ്രാവക്കാരി അവളുടെ വിശ്വാസത്താൽ വൈദ്യശാസ്ത്രവും സാമ്പത്തികവും ആളുകളുമെല്ലാം ഉപേക്ഷിച്ച സ്ഥാനത്ത് അവളുടെ വിശ്വാസത്താൽ അവളുടെ രോഗം സൗഖ്യമാക്കിയെങ്കിൽ എന്നെ ഈ സാക്ഷ്യം കേൾക്കുന്ന, എൻ്റെ ഈ സാക്ഷ്യം ഏറ്റെടുക്കുന്ന, ഈ സാക്ഷ്യം കേട്ട് വിശ്വസിച്ച് ഹരിയ കർത്താവിന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിൻ്റെ രോഗം ഏത് വലുതായിക്കോട്ടെ, നിൻ്റെ രോഗം വലുതോ ചെറുതോ എന്തുമായിക്കോട്ടെ, പക്ഷെ കർത്താവിൻ്റെ മുൻപിൽ വലുതും ചെറുതുമല്ല, അവിടെ വിഷയം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ വിഷയം ഇന്ന് അപ്പൻ ഏറ്റെടുത്തതിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവസാനം ആശുപത്രിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്ക് സന്തോഷത്തോടെ വെളിയിലോട്ടിറങ്ങിയപ്പോഴേക്കും ഞാൻ പല ദൈവദാസന്മാരെ വിളിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് അപ്പച്ചന്മാരുണ്ട്, ഒരുപാട് ദൈവദാസന്മാരുണ്ട്. എല്ലാവരെയും വിളിച്ച് ഫോൺ എടുക്കുമ്പോഴേ നമുക്കറിയാം, നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ ഹലോ പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഹലോ ബ്രദറെ എന്നാ ഉണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുറവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ വിളിച്ച ദൈവദാസന്മാരും ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് ചോദിച്ച ഒറ്റ കാര്യമാണ്, എല്ലാം മാറിയില്ലേ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ എങ്ങനെ അറിഞ്ഞു? ആ വീട്ടിൽ ഇരിക്കുന്ന ദൈവദാസന്മാരും തിരുവനന്തപുരം RCC ഇരിക്കുന്ന എന്നോട് ഡോക്ടർ പറഞ്ഞത് അവരെങ്ങനെ അറിഞ്ഞു? പക്ഷേ അവനെ രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞു ആ രോഗം പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന്. അവരത് വിശ്വസിച്ച് ഏറ്റെടുത്ത് അവരെന്നോട് ചോദിച്ചത് എല്ലാം മാറിയില്ലേ എന്ന്. ഞാനൊരു ദിവസത്തോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, എല്ലാം അപ്പൻ മാറ്റി, ഇനി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. അനേകം സ്ഥലങ്ങളിൽ അനേകരോട് ഞാൻ സാക്ഷ്യം പറഞ്ഞു. അതുമാത്രമല്ല, റോയ് ഹെൻറി എന്ന് പറഞ്ഞ പാസ്റ്റർ വിളിക്കുവാനും ആ പാസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനും, ഞാനിങ്ങനെ ഒരു പാസ്റ്റർ എന്നോടൊരു ആലോചന പറഞ്ഞത് ഞാൻ ആ പാസ്റ്ററോട് പറയുവാനും കർത്താവ് എനിക്ക് അവസരം നൽകി. അതുപോലെ ഇപ്പം പാമ്പാടി മുങ്ങാക്കുടി എന്ന് പറയുന്ന ആ വില്ലേജിൽ ഈ ഇട്ടാവട്ടത്ത് താമസിക്കുന്ന എന്നെ ആ റോയ് ഹെൻറി എന്ന പാസ്റ്ററെ പല ചർച്ചകളിൽ എറണാകുളത്തും കൊല്ലത്തും പല ചർച്ചകളിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനും
അനേകരുടെ മുന്നിൽ സുവിശേഷം പറയുവാനും കർത്താവ് എനിക്ക് തന്ന സാക്ഷ്യം അനേകരോട് പങ്കുവയ്ക്കാനും സർവശക്തനായ ദൈവം എനിക്ക് അവസരം നൽകി. ഈ മുങ്ങാക്കുഴി ഇട്ടാവട്ടത്ത് 3-4 പേരുള്ള ആളുകൾക്ക് ചർച്ചിലും 5-6 കുടുംബങ്ങളുള്ള ചർച്ചിൽ ആദ്യം എൻ്റെ സാക്ഷ്യം പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് എന്നെ പല ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും പല പട്ടണങ്ങളിലും ഹല്ലേലൂയ അനേകം ജനങ്ങളുള്ള ചർച്ചിനെ ഞാൻ പ്രതീക്ഷിക്കാത്ത ചർച്ചുകളിൽ കർത്താവ് എന്നെ കൊണ്ടു നിർത്തി. അതിൻ്റെ സ്റ്റേജിൽ നിന്ന് കർത്താവിൻ്റെ സുവിശേഷം അനേകരോട് പങ്കുവയ്ക്കുവാനും കർത്താവ് എനിക്ക് തന്ന സൗഖ്യവും സാക്ഷ്യവും അനേകരോട് പറയുവാനും സർവശക്തനായ ദൈവം എനിക്ക് തന്ന അവസരം അത് വലിയൊരു അവസരം തന്നെയാണ്. ഇന്ന് മുതൽ ഈ 2025 ഈ നേരം വരെ കർത്താവിൻ്റെ മേലെയുമായി കർത്താവിനെ ശക്തമായി ഓടിച്ചുകൊണ്ടിരിക്കുക. അതിന് ഞാൻ കർത്താവിനോട് വളരെയേറെ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കും, ചില സമയത്ത് ഞാൻ ഇരിക്കുമ്പോൾ ആലോചിക്കും, ഇന്ന് ഹല്ലേലൂയ എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ ഒരു ഫോട്ടോ ആയിട്ടിരിക്കേണ്ട ഞാനല്ലേ. പക്ഷേ കർത്താവ് യേശുവിനെ വിശ്വസിച്ചപ്പോൾ കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്ന് ഹല്ലേലൂയ ഒരു ചുമരിൽ വെറും ഒരു ഫോട്ടോ ആയിരിക്കേണ്ട എന്നെ കർത്താവ് അനേകം ദേശങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അപ്പൻ്റെ വേലയുമായി ഓടിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ അപ്പനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയട്ടെ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവർ അവർ ഏത് ഭാരത്താൽ വലഞ്ഞിരിക്കുന്നവരാണെങ്കിലും, ഏത് സങ്കടത്തിലായിരിക്കുന്നെങ്കിലും, ഏത് കണ്ണീരാതെ ഇരിക്കുന്നെങ്കിലും, ഇനി അവർ ജീവിതമില്ല, അത് കടബാധിതയായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, മാറാ രോഗമായിക്കോട്ടെ, ആരൊക്കെ വിധി എഴുതിയായിക്കോട്ടെ, പക്ഷെ നിൻ്റെ അപ്പനിൽ നീ വിശ്വാസം ഉറപ്പിച്ച, നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ച്, നിൻ്റെ കുറവുകളെ അപ്പൻ്റെ മുന്നിൽ നിന്ന് സമർപ്പിച്ച് നീ ഒന്ന് ക്രമീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഇന്ന് നിനക്ക് വേണ്ടി പണിയാൻ തയ്യാറാണ്. ഇന്ന് നിൻ്റെ യാഗപീഠം ഒന്ന് പണിയാൻ തയ്യാറാണെങ്കിൽ, എവിടെ ഇടിഞ്ഞോ അവിടെ ഒന്ന് പണിയാൻ തയ്യാറാണെങ്കിൽ, അവിടെ നിൻ്റെ അപ്പൻ നിന്നെ പണിയാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി മുന്നോട്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം അനേകരുടെ അടുത്ത് പോയി ഹല്ലേലൂയ സാക്ഷ്യങ്ങളൊക്കെ പറയുവാൻ കർത്താവ് അവസരം നൽകി. ഇന്നും കർത്താവ് ഓടിച്ചുകൊണ്ടിരിക്കുക. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയല്ലോ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, കർത്താവ് എനിക്കായി വലിയ ചെയ്തു, കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന്. പക്ഷേ എൻ്റെ ആദ്യത്തെ അന്ന് സ്ഥാനപ്പെട്ടൊരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു അത്ഭുതം മറ്റൊന്നാണ്. തിരുവനന്തപുരം RCCയിൽ നിന്നും എല്ലാവരും എൻ്റെ സഹോദരന്മാരെല്ലാം പല വീടുകളിലും പല ബന്ധുക്കാരെ വിളിച്ചു പറഞ്ഞു, മനുവിൻ്റെ റിസൾട്ട് കിട്ടി, ഒരു രോഗമില്ല, ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർമാർ വിധി എഴുതി, ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ധൈര്യത്തോടെ മുന്നോട്ട് പോകാം, ആ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഹരി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരനൊക്കെ പറഞ്ഞു, നമുക്ക് താഴെ പോയി ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഉച്ചക്കത്തെ ട്രെയിനിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നേരെ ആഹാരം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി ഇറങ്ങി. വഴിയിൽ നിന്നും ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഹോട്ടലിലേക്ക് ഇറങ്ങി. അവിടെ ആഹാരം കഴിക്കാനിരിക്കുക. ആഹാരം കഴിക്കാനിരുന്നപ്പോഴേക്കും എൻ്റെ സ്വന്തം സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ അപ്പുറം പേര് കടയിൽ പോയി എന്തെങ്കിലും ഒന്ന് കുടിച്ചോളാം, എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 പേരിങ്ങനെ ആഹാരം കഴിച്ച് ചോറുണ്ണുവാൻ വേണ്ടി ആഹാരത്തിന് ഓർഡർ ചെയ്തിരിക്കുമ്പോഴേക്കും ആഹാരം കഴിക്കാൻ സമയമില്ല. അതുപോലെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് പല ദിവാസന്മാർ, എനിക്കറിയാൻ മേലാത്ത ദിവാസന്മാർ വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ദിവാസനെ, ബ്രദറെ, മോനെ, മനുവേ, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നില്ലേ, പൂർണ്ണ വിടുതൽ തന്നില്ലേ, ഇനി അപ്പന് വേണ്ടി ശക്തമായി നിന്നോളണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി അപ്പന് വേണ്ടി നിൽക്കുകയുള്ളൂ, അതുപോലെ ഇറങ്ങിയേക്കുക എന്ന് പറഞ്ഞ് അതുപോലെ ഹല്ലേലൂയ അനേകരോട് ഈ സാക്ഷ്യങ്ങൾ, അനേകരോട് ഹല്ലേലൂയ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഞങ്ങളുടെ മേശയുടെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു മേശയിൽ ഒരു ചേച്ചി ഇരിക്കുക. അപ്പം എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, ആ ആൻറ്റി കുറേ നേരം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുറേ നേരം നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താ കാര്യം നടത്തുന്നത്? ഞാൻ നോക്കുമ്പോൾ കുറേ നേരം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നോക്കുമ്പോഴേക്കും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്നാ കാര്യം എന്നറിയത്തില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്തോട്ട് എന്നെ കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞു, എന്താ ആൻറ്റി എന്നെ അറിയാവോ, അല്ല എന്നെ കുറേ നേരം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നാ പറ്റി, എന്നാ കാര്യമെന്ന് ചോദിച്ചു. എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോഴേക്കും ഈ ആൻറ്റിയുടെ മകളും ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കുക. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പല ഇടവുകളുള്ള പ്ലേറ്റ്, അതിനകത്ത് ആഹാരം കഴിക്കുക. ഞാൻ ചോദിച്ചു, ഇതന്നെ ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് പൈസ ഇല്ലേ എന്ന് ചോദിച്ചു. അതോ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല എൻ്റെ കൊച്ചിന് കുറച്ച് മതി, അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ മോൾക്കാണോ കുറച്ച് മതി എന്ന് പറഞ്ഞു. കാരണം കൊച്ചിനെ കാണുമ്പോൾ ഇപ്പം ഒരു 10-15 വയസ്സുള്ള പെങ്കൊച്ചാണ്. നിങ്ങൾ 2 പേരും കൂടെ ഈ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത്, ഈ കൊച്ചിനാണ് ഇച്ചിരി ചോറെന്ന് ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞ് ആ മോൾ ഇച്ചിരി കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അത് തന്നെയാണോ എന്ന് ചോദിച്ചു. അല്ല അത് തന്നെയാണ്, പൈസയുടെ വല്ലതും ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറഞ്ഞു. അത് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കൈ കെട്ടിയിട്ട് അടുത്തോട്ട് വന്നപ്പോഴേക്ക് ഈ ആൻറ്റി എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ആൻറ്റി എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, മോൻ അവിടെ ഇരുന്ന് പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടായിരുന്നു പറഞ്ഞു, ഈ മാസ്റ്റർമാരെ എല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഹൈന്ദവ ഒരു ആൻറ്റിയായിരുന്നു, ഒരു ഹിന്ദു ആൻറ്റിയാണ്, കാരണം ചന്ദ്രനൊക്കെ തൊട്ടേക്കുന്ന അറിയും. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി പറഞ്ഞു എന്നാ ആൻറ്റി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇപ്പോൾ ചോദിച്ചു ആൻറ്റി എന്നാ പറഞ്ഞു ചോദിച്ചോളാൻ പറഞ്ഞു. എന്നാ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. മോനെ ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ ആൻറ്റി കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ ഇവിടെ ആരെങ്കിലും കാണാൻ വന്നതാണ് ആശുപത്രി, അല്ലെങ്കിൽ വല്ല മരുന്നും മേടിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് വന്നു. അപ്പോൾ മോള് കൈ ഇടാനായിട്ട് വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേക്കും പറഞ്ഞ് ഞങ്ങൾ മോളെയും കൊണ്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റി മോള് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മോൾക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അതിന് മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മോളെ കണ്ടു ഞാൻ നല്ലൊരു സുന്ദരി വിവരം വെച്ച് ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു എന്താ പറ്റി, മോൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് മോൾക്ക് പുറമേ അല്ല അകത്താന്ന് പറഞ്ഞ പ്രശ്നം. ഞാൻ ചോദിച്ചു എന്നാ പറ്റി ആൻറ്റി എന്ന് ചോദിച്ചു പറഞ്ഞ് മോൾക്ക് ഹാർട്ടിനകത്ത് വാൽവിന് 2 ഹോളാണെന്ന് പറഞ്ഞു. ഞങ്ങളത് പരിശോധിച്ചപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെക്കപ്പൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് ഓപ്പറേഷനൊക്കെ ചെയ്താൽ മോൾ മരിച്ചു പോകും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എനിക്ക് വളരെ സങ്കടമായി, കാരണം പുറമേ നോക്കിയ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പക്ഷേ വലിയ അകത്താണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയേറെ സങ്കടമായി. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ ഒരു മാറ്റം വന്നുള്ളൂ ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ സഹോദരിയും സഹോദരനും ഒക്കെ കൂടി പറഞ്ഞ് ഞങ്ങൾ കൈ കഴുകിയിട്ടേ ഞങ്ങൾ വഴിയിലോട്ട് കയറി നിൽക്കാം, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് അത് ആൻറ്റിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞ് ഒരു കുഴപ്പമില്ല ആൻറ്റി, പ്രാർത്ഥിക്കാം, അതൊക്കെ ദൈവം മാറ്റിക്കോളും എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എൻ്റെ സാക്ഷ്യം കേട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് പാസ്റ്റർമാരുമായിട്ട് സംസാരിക്കുന്നത് കേട്ടില്ലേ, ദൈവം എന്നെ പിടിപ്പിച്ച സൗഖ്യമാക്കിയതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആൻറ്റിയൊക്കെ എൻ്റെയൊക്കെ പ്രാർത്ഥന ഇതിയൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുക കർത്താവായ യേശുവിനോട് പ്രാർത്ഥിച്ചോളൂ, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കും എന്ന് ആൾറെഡി അത് കേട്ടപ്പോഴേക്കും ആൻറ്റി എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ആൻറ്റി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, പൈസ വല്ലതും വേണോ അല്ലെ എന്താ കാര്യം പറഞ്ഞപ്പോഴേക്കും അന്ന് ആദ്യമായി തിരുവനന്തപുരത്ത് ഒരു സാക്ഷ്യമായി ഹാലരിയ ആ ഡോക്ടർമാരുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. ആഹാരം കഴിച്ച് ഹാലരിയ കൈ കഴുകി തിരികെ അല്ലെ എൻ്റെ സാക്ഷ്യം ഈ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിൽ പറയുവാൻ വേണ്ടി അവിടുന്ന് പുതിയോടുകൂടി പോരാൻ വരുന്ന എന്നെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു തന്നു. മറ്റൊന്നുമല്ല, ആ ആൻറ്റി ആ ആൾക്കാർ ഹോട്ടലിലെ ആൾക്കാർ ഇരിക്കുന്നത് ആൾക്കാർ ഇറങ്ങുന്ന എന്നോട് പറഞ്ഞിട്ട് കഴിയാം. മോൻ്റെ സാക്ഷ്യം ഞാൻ അവിടെ വെച്ച് കേട്ടു, മോൻ അവിടെ പറയുന്നതെല്ലാം കേട്ട് മോൻ ഇവിടെ നിന്ന് എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാനത് കേട്ടപ്പോഴേക്കും ഞെട്ടിപ്പോയി, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സാക്ഷ്യമായി ഇറങ്ങി വന്നിട്ട് ആദ്യമായിട്ട് എന്നോടൊരു വ്യക്തി പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ അല്ലെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ കാര്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞേ ആൻറ്റി ഞാൻ സ്നാനപ്പെട്ടൊരു വ്യക്തിയല്ല, ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുമല്ല. അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, കാരണം എനിക്കൊരു ഭയമാണ്, പേടിയാണ്. പല ആൾക്കാർ പല ദിവസന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കരുത്, ആരെ കഴിച്ചു പോകും, അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുത്, കാരണം നമുക്ക് അതൊരു ചിന്തയൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സാക്ഷ്യമായി ഇറങ്ങി വന്ന മണിക്കൂറുകൾക്ക് ശേഷം എന്നോടൊരു ആൻറ്റി പറഞ്ഞ് എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയെ ഞാൻ ഓർത്തോളം, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റി പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ബാഗും എടുത്ത് നടന്ന് ഹോട്ടലിൽ നിന്ന് സ്റ്റെപ്പ് കയറി വഴിയിലോട്ട് കയറണം. സ്റ്റെപ്പ് കയറാനായിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ ആൻറ്റി അവിടെ നിന്ന് കരയുന്നത് കണ്ട്, ആൻറ്റിയുടെ കണ്ണ് നിറയുന്നതായിട്ട്, ആ കുഞ്ഞിൻ്റെ കണ്ണ് നിറയുന്നതായിട്ട് എനിക്ക് വളരെയേറെ വിഷമം തോന്നി. പെട്ടെന്ന് ഞാൻ ആ കാര്യം ആലോചിച്ചത്, ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, മധു പാസ്റ്റർ എന്ന് പറഞ്ഞ മധുപോൾ പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ എനിക്ക് തന്ന ആ പുസ്തകം അതെൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ പുസ്തകം ആരെയും വായിച്ച് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഡോക്ടർമാർ അകത്തോട്ട് വിളിച്ചത്. ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന 4 കാര്യങ്ങളുണ്ട്. കർത്താവ് നിൻ്റെ രോഗം സൗഖ്യമാക്കും, കർത്താവ് നിന്നെ പിടിപ്പിക്കും, കർത്താവ് നിന്നെ പൂർണ്ണമായി നിൻ്റെ മുഴ മാറ്റുകയും നിൻ്റെ ക്യാൻസർ രോഗം ദൈവം പിടിപ്പിക്കും എന്ന് ആ ഒരു 4 കാര്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ 4 കാര്യം വായിച്ച് വിശ്വാസത്തോടെ ഹാലരിയ ആ പുസ്തകം ഞാൻ ഹാലരിയ അവിടെ വെച്ച് ഞാൻ ആ ഡോക്ടർമാരുടെ റൂമിൽ നിന്ന് ഹാലരിയ ആ നല്ലൊരു സാക്ഷ്യവുമായി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഈ ഹാലരിയ ആ ആശുപത്രിയിൽ ആർക്കെങ്കിലും ഈ പുസ്തകം കൊടുക്കണം എന്ന്. ഹാലരിയ ഞാൻ വളരെയേറെ ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹാലരിയ എനിക്ക് തോന്നിയില്ല ആർക്കും കൊടുക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയില്ല. ഞാൻ പല ആൾക്കാരെ നോക്കി ആർക്കും ഇത് കൊടുക്കണം, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് കയറി പോകുമ്പോൾ ഇവരെ കണ്ടപ്പോഴേക്ക് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഒരു ചിന്ത വന്ന് ഈ പുസ്തകം ഇവർക്ക് കൊടുക്കാമെന്ന്. ഞാൻ ഈ പുസ്തകം എടുത്ത് ഇവർക്കങ്ങ് കൊടുത്തു. ഇവരുടെ കയ്യിലോട്ട് ഞാൻ ഈ പുസ്തകം എടുത്തങ്ങ് കൊടുത്തു. ഇവരുടെ കയ്യിലോട്ട് കൊടുത്തേച്ച് ഞാൻ പറഞ്ഞു ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന പുസ്തകമാണ്, നിങ്ങൾ ഏത് മതത്തിലെ ഏത് ഇതിലെ വിശ്വസിച്ച് അതറിയത്തില്ല, പക്ഷേ വിശ്വാസത്തോടെ ഈ പുസ്തകം ആ കുഞ്ഞിനെ കൊണ്ട് വായിപ്പിച്ചു, കർത്താവ് പൂർണ്ണ സൗഖ്യം തരുമെന്ന് പറഞ്ഞു.
ആ പുസ്തകം അങ്ങോട്ട് കൊടുത്തേച്ച് ഞാൻ സ്റ്റെപ്പ് കയറിപ്പോൾ ഇവരെ നോക്കുമ്പോൾ ഇവർ ദയനീയമായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു. അനേകരോട് സാക്ഷ്യങ്ങൾ എൻ്റെ ദേശക്കാർ വരെ അവസാനിച്ചു എന്ന മനുവിന് ഈ രോഗമായി ഇനി ആ തള്ളിക്കളഞ്ഞ ദേശത്ത് കർത്താവ് എന്നെ ശക്തമായി ഉയർത്തുക തന്നെ ചെയ്ത് മാറ്റി നിർത്തിയെടുത്ത് കർത്താവ് ആരംഭിക്കുവാൻ തുടങ്ങി. ഇവിടെ വന്ന ഹല്ലേലൂയ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ അനേകരോട് വചനങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ വേലയുമായി പതിയെ പല ദിവസന്മാരുടെ പരസ്യങ്ങളായിട്ടും സാക്ഷ്യങ്ങൾ പറയുവാനും അതേ മീറ്റിങ്ങുകളൊക്കെ ആയിട്ടും അങ്ങനെ പോകാൻ സർവശക്തനായിട്ടും എനിക്ക് അവസരം തന്നു. പിന്നീട് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഇവരുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അതങ്ങ് മാറി. ഒരു പ്രാവശ്യം എൻ്റെ ഈ ടീച്ചർ പാസ്റ്ററും ഈ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതപ്പോൾ പാസ്റ്ററും വൈഫൊക്കെ എന്നെ കാണാമെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് വന്ന് പറഞ്ഞ ഒറ്റ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറേ ഇരുന്നപ്പോഴേക്കും പാസ്റ്റർ പറഞ്ഞു എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആൻറ്റി വിളിച്ചു വർത്തമാനം പറഞ്ഞപ്പോഴേക്കും അപ്പോഴും നമുക്ക് ഈ കാര്യം അറിയത്തില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആൻറ്റി വിളിച്ചു. ഞാൻ പറഞ്ഞു എന്നാ കാര്യം ചോദിച്ചു. ആ ആൻറ്റിയുടെ കൊച്ചിന് വാതിന് ഹോളായിരുന്നു. അപ്പം ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുമ്പം ഒരു പയ്യൻ ഒരു പുസ്തകം കൊടുത്തു. ആ പുസ്തകം ആ മോളെ കൊണ്ട് വായിപ്പിക്കണം എന്ന് പറഞ്ഞ് വായിപ്പിച്ചു. ആ പയ്യനോട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ പയ്യന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ മാസ്റ്റർക്ക് അതറിയാം. പക്ഷേ എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാനന്ന് മാസ്റ്റർക്ക് അറിയാം. പക്ഷേ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പാസ്റ്ററിന് ഞാൻ പറഞ്ഞു പാസ്റ്ററെ ഇതങ്ങനെ പാസ്റ്റർക്ക് അറിയാമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ എനിക്ക് തന്ന പുസ്തകമാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഞാൻ ഇന്നുവരെ ഈ കാര്യം എന്നോട് അവർ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ ആ പുസ്തകം കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ ഇതെങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴേക്കും പാസ്റ്റർ എന്ന് പറഞ്ഞ ഒറ്റ കാര്യം ഈ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പേജിൽ എൻ്റെ സഭയുടെ സീല് എൻ്റെ ഫോൺ നമ്പരും എൻ്റെ പേരും സഹിതം സീൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അവരത് കണ്ട് ഹല്ലേലൂയ എന്നെ വിളിച്ചിട്ട് മനുവിൻ്റെ കാര്യം അന്വേഷിച്ചു എന്ന് ചോദിച്ചു. കാരണം മറ്റൊന്നുമല്ല, അവരത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ആശുപത്രിയിലേക്ക് ചെന്നു. ആശുപത്രി ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമുക്കൊന്നുകൂടെ ഒന്ന് പരിശോധിക്കണം ഡോക്ടർ, അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അവരെ രക്ഷിച്ചെന്ന് പറയാം. ഡോക്ടർമാർ പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും 2 ഹോളുള്ള സ്ഥാനത്ത് ഒറ്റ ഹോളേ കാണുന്നുള്ളൂ. ആ ഒരു ഹോള് ചെറുതായിക്കൊണ്ടിരിക്കുക. ഡോക്ടർമാർ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങൾ ഞങ്ങളെ പറ്റി കളിപ്പിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. ഇതേ 2 ഹോളുണ്ടായിരുന്ന സ്ഥാനത്ത് ഞങ്ങൾ ഉപേക്ഷിച്ച് വിട്ടതല്ലേ, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. പക്ഷേ ഇപ്പോൾ ഒറ്റ ഹോളേ കാണുന്നുള്ളൂ. ആ ഹോളിൻ്റെ വലിപ്പം കുറഞ്ഞു വരിക. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ആൻറ്റി പറഞ്ഞ ഒറ്റ കാര്യമാണ്, കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കിയതാണെന്ന് പറഞ്ഞു. എൻ്റെ മോളെ അന്ന് പൂർണ്ണമായി ആ കുഞ്ഞിനും ഒരു സൗഖ്യം കിട്ടി. കർത്താവിൻ്റെ സാക്ഷ്യവുമായി, കർത്താവ് എനിക്ക് തന്ന സൗഖ്യം, ആ ഒരു സാക്ഷ്യവുമായി ഹല്ലേലൂയ ഞാൻ ഇറങ്ങിയപ്പോൾ ആ സാക്ഷ്യം മറ്റൊരു ഹോട്ടലിൽ നിന്ന് മറ്റുള്ള ആളുകളോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ സാക്ഷ്യം കേട്ടിരുന്നവരെ കർത്താവ് സൗഖ്യമാക്കി. കാരണം അവരും വിശ്വസിച്ചു. വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഹല്ലേലൂയ ഏത് വിഷയത്തിന് മേൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ ഏറ്റെടുത്ത് വചനത്തിൽ പറഞ്ഞ പോലെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറഞ്ഞതുപോലെ നാളത്തെ ഒരു സാക്ഷ്യം നിങ്ങളായിരിക്കും നാളെ ഒരു സാക്ഷ്യമാകാൻ പോകുന്നത്. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ആർച്ചക്കാരുടെ അടുത്ത് തള്ളിക്കളഞ്ഞ ആളുകളുടെ മുൻപിൽ നാളെ നിങ്ങളായിരിക്കും വലിയൊരു സാക്ഷ്യമാകാൻ പോകുന്നത്. അന്ന് വലിയൊരു സാക്ഷ്യമായി ദൈവം എന്നെ ഹല്ലേലൂയ എന്നിലൂടെ തന്നെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമായി. അന്ന് മുതൽ കർത്താവിൻ്റെ വേലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എന്നോട് ചോദിച്ച പ്രകാരം മറ്റൊന്നുമല്ല, ഈ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് എന്ത് കിട്ടാനാണ്? ഇപ്പം തന്നെ 10-30 വയസ്സോളമായി. ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കണ്ടേ? മുന്നോട്ട് ജീവിക്കണ സാമ്പത്തികം വേണ്ടേ? മുന്നോട്ട് ജീവിക്കണ കാര്യങ്ങളൊക്കെ നടക്കണേ വേണ്ടേ? ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഹല്ലേലൂയ, ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിനൊക്കെ സാമ്പത്തികം ഇതൊക്കെ വേണ്ടേ? അത് മാത്രമല്ല, ഈ പുസ്തകം ചുമന്നിട്ട് ഈ പേരും എല്ലാം ഇങ്ങനെ പോയി മറ്റുള്ളവരുടെ സുവിശേഷം പറഞ്ഞ്, മറ്റുള്ള വചനം പറഞ്ഞ്, സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനായി എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ ആ സഹോദരനോട് ചോദിച്ച ഒറ്റ കാര്യമാണ്. അതിപ്പം ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന ഒരൊറ്റ കാര്യമാണ്. ഞാൻ ആ സഹോദരനോട് ചിരിച്ചുകൊണ്ടൊരു കാര്യം ചോദിച്ചു, സഹോദരൻ ചേട്ടാ നിങ്ങൾ എന്നാ എടുക്കുന്നത് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് ഞാൻ പണിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന പണിയായി എന്നാണ്. ആ ശരി എന്നാണ്. ഇന്ന് പണിയില്ലായിരുന്നു, ഇന്നില്ലായിരുന്നു പറഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചോളാൻ പറഞ്ഞു.
നിങ്ങൾ രാവിലെ നിങ്ങളുടെ ജോലിക്കായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന്, നിങ്ങൾ ജോലി ചെയ്യുന്ന വീട്ടിൽ ചെന്ന് നിങ്ങൾ പണിയാനായിട്ട് ചെന്ന്, പണിയാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ മുതലാളി വന്ന് പണിയിലായി ബന്ധപ്പെടുത്തേക്ക് നിങ്ങൾ മുതലാളിയോട് പറയാം, മുതലാളി എനിക്ക് പൈസ തന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി അന്നേരം നിങ്ങൾക്ക് കൂലി തരുമോ എന്ന് ചോദിച്ചു. ഇല്ല, അതെങ്ങനെയാണ് കൂലി തരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്നാ കൂലി തരുവേരെന്ന് ചോദിച്ചു. എന്നെ മോനെ അതെങ്ങനെയാണ് കൂലി തരാനാ, കാരണം പണി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞാലല്ലേ കൂലി തരുവോളെന്ന് ചോദിച്ചു. ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഒറ്റ കാര്യമാണ്, ചേട്ടൻ അവിടെ ചെന്ന് ജോലി ചെയ്തു, ഉച്ചയ്ക്ക് ആഹാരം എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് പിന്നെ ജോലി ചെയ്തു, വൈകുന്നേരം 5 മണി 5:30 ആയപ്പോഴേക്കും കാലും കൈയും കഴുകി ഫ്രഷായി റെഡിയായി നിങ്ങൾ മുതലാളി അടുക്കി വരുമ്പോൾ മുതലാളി നിങ്ങൾക്ക് അന്ന് വേണ്ടത് കൂലി കൈ തന്നെ ആ കൂലിയായിട്ട് നിങ്ങൾ ഭവനത്തിലേക്ക് പോരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാൽ ചേട്ടാ, ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അഹുർഗത്തിൽ അപ്പൻ എനിക്കുള്ള കൂലി തന്നതാണ്. ഞാൻ എൻ്റെ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ എനിക്ക് ആദ്യം എൻ്റെ കൂലി കിട്ടി. ആ കൂലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ വേലയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ എൻ്റെ കൂലി നേരത്തെ തന്നെ എനിക്ക് കിട്ടി. ഇന്ന് ഞാൻ വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് ആ വേല ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആ കേട്ട പുള്ളി ഒന്നും വേണ്ടിയില്ല, ഒരു കുഴപ്പമില്ല, ഒരു ചിരിയും ചിരിച്ചേച്ച് എൻ്റെ അടുത്തുനിന്ന് പോവുകയായിരുന്നു. എൻ്റെ വേലയുടെ പ്രതിഫലം എൻ്റെ അപ്പൻ എനിക്ക് നേരത്തെ തന്നെ തന്നതാണ്. എൻ്റെ വേലയുടെ കൂലി എനിക്ക് അപ്പൻ നേരത്തെ തന്നെ തന്ന. ഇന്ന് ഞാൻ ഈ വേലയുമായി അനേകം സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുന്നതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. വിവാഹം കാര്യങ്ങളും എല്ലാം എൻ്റെ അനിയനും നല്ല വിവാഹമൊക്കെ നടന്നു. ഇപ്പോൾ എൻ്റെ വിവാഹം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്നലെ വരെ ഈ ഇട്ടാവട്ടത്ത്, ഈ മുങ്ങാക്കുഴി എന്ന ഈ ഗ്രാമത്തിൽ ഈ ഇട്ടാവട്ടത്ത് ഈ 1-2 കിലോമീറ്ററിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ കർത്താവ് ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാളുകളായി വർഷങ്ങളായി ഭാരം ചുമന്നിട്ടും ഒരു പ്രതിഫലവും കിട്ടാതെ, ആ ഭാരം ചുമന്നതിൻ്റെ കൂലി പോലും സ്വന്തമായി കിട്ടാതെ ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കെട്ടിക്കിടന്ന കഴുതയെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ആ കഴുതയുടെ കെട്ടടിച്ച്, ആ കഴുതേനെ എന്തിനാ അഴിക്കുന്നതെന്ന് പല ആളുകൾ ചോദിക്കുമ്പോൾ പറയണം, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. അത് കേട്ട് ആ കഴുതയെ അഴിച്ചുകൊണ്ട് വന്ന് കർത്താവ് തൻ്റെ വസ്ത്രങ്ങൾ ഇട്ട് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ അതിൻ്റെ ഗതി മാറിയെങ്കിൽ, അതിൻ്റെ സ്ഥിതി മാറിയെങ്കിൽ, ഇന്നലെ വരെ ഈ കഴിഞ്ഞ നാളുകൾ വരെ മുങ്ങാക്കുഴി എന്ന ഈ ദേശത്ത് ഈ ഇട്ടാവട്ടത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗതിയുമില്ലാതെ ഒന്നുമില്ലാതെ തീർന്നു അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കിടന്ന് എൻ്റെ അപ്പൻ എൻ്റെ കെട്ടുകളെ അഴിച്ച് ഇന്ന് അപ്പൻ്റെ വേലയായി ശക്തമായി ഓടുവാൻ അപ്പൻ എൻ്റെ മുകളിൽ കയറിയപ്പോൾ അവൻ്റെ വേലയുമായി അനേകം സ്ഥലങ്ങളിൽ പോകാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഞാൻ പറയട്ടെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വലിയ ജീവിതത്തിൽ ഒരു വലിയൊരു ഉണർവാകണം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ സാക്ഷ്യം കേൾക്കുന്നവരെ നിങ്ങൾ ഒരു വലിയൊരു സാക്ഷ്യവുമായി പുറത്തിറക്കും. നിങ്ങളുടെ അപ്പൻ നിന്നെ ഇറക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം തന്നവർക്ക് ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യവും താൻ്റെ വചനവും ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.